أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. هم الذين كفروا وصدوكم عن المسجد الحرام والهدي معكوفا أن يبلغ محله ولولا رجال مؤمنون ونساء مؤمنات لم تعلموهم أن تطؤوهم فتصيبكم منهم معرة بغير علم ليدخل الله في رحمته من يشاء لو تزيلوا لعذبنا الذين كفروا منهم عذابا أليما إذ جعل الذين كفروا في قلوبهم الحمية حمية الجاهلية فأنزل الله سكينته على رسوله وعلى المؤمنين وألزمهم كلمة التقوى وكانوا أحق بها وأهلها وكان الله بكل شيء عليما لقد صدق الله رسوله الرؤيا بالحق لتدخلن المسجد الحرام إن شاء الله آمنين محلقين رؤوسكم ومقصرين لا تخافون فعلم ما لم تعلموا فجعل من دون ذلك فتحا قريبا. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهدي الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. اتقوا الله عباد الله أوصيكم وإياي أولا بتقوى الله. إن نريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الذين يبلغون الرسالات الله ويخشونه ولا يخشون أحدا إلا الله وكفى بالله حسيبا. ബഹുമാന്യനായ യോഗാധ്യക്ഷൻ, പ്രിയങ്കരനായ ജമിയത്തുൽ ഉലമയുടെ സെക്രട്ടറി, പ്രിയങ്കരനായ കേരള നദുവത്തുൽ മുജാഹിദീൻ സെക്രട്ടറിമാരിൽ
ഉജ്ജ്വലനായ വ്യക്തിത്വമായ പ്രൊഫസർ അബ്ദു സാഹിബ്, എം മദനി സാഹിബ്, പ്രൊഫസർ അബ്ദുള്ള സാഹിബ്, വേദിയിൽ ഉപവിഷ്ടരായിട്ടുള്ള ബഹുമാന്യരെ, ഈ സമ്മേളനത്തിൽ പങ്കുചേരാൻ പല ദിക്കുകളിൽ നിന്നും നേരത്തെ വന്നു ചേർന്നിട്ടുള്ള സഹോദരി സഹോദരന്മാരെ, സഹൃദയരെ, ഈ ശബ്ദം വളരെ ദൂരെ കേബനുകളിലൂടെ കേൾക്കുന്ന, ഭവനങ്ങളിൽ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന, ഈ ആദർശത്തെ തെറ്റിദ്ധരിക്കുകയും അടുത്തറിയാതെ പോവുകയും ചെയ്തിട്ടുള്ള മനുഷ്യ സഹോദരങ്ങളെ, 2 പ്രഭാഷണങ്ങളാണ് ഇവിടെ നേരത്തെ കഴിഞ്ഞു പോയിട്ടുള്ളത്. ഒന്ന്, ഇസ്ലാമിൽ പൗരോഹിത്യമില്ലെന്നും പൗരോഹിത്യത്തിന്റെ ചതിക്കുഴികൾ എന്തൊക്കെയാണെന്നും വിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും ആധുനിക കാലഘട്ടങ്ങളിലെ സംഭവവികാസങ്ങളുടെയും അടിസ്ഥാനത്തിൽ ബോധ്യപ്പെടുത്തുകയായിരുന്നു. രണ്ടാമത്തെ പ്രസംഗമാവട്ടെ നമ്മളെ ഓരോരുത്തരെയും ബാധിക്കുന്നതും നാളെ മരണാനന്തര ജീവിതത്തിൽ എന്ത് സമ്പാദിച്ചു വെച്ചു എന്നതിനെക്കുറിച്ചൊരു വീണ്ടും വിചാരം നടത്തുന്ന ഹൃദയസ്പർശിയായ രണ്ടാമത്തെ പ്രഭാഷണവും ഇവിടെ നടന്നു കഴിഞ്ഞിരിക്കുകയാണ്. തികച്ചും അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായ മറ്റൊരു റൂട്ടിലൂടെയുള്ള വിഷയമാണ് എനിക്കിവിടെ അവതരിപ്പിക്കാനുള്ളത്. ത്യാഗപൂർണമായ പ്രബോധനം, അതുമായി ബന്ധപ്പെട്ട ഇസ്ലാമിന്റെ ചരിത്രം, ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ചരിത്രം, ഈ 2 മേഖലകളാണ് മഗ്‌രിബ് നമസ്കാരത്തിന്റെ മുമ്പായി നിങ്ങളുടെ മുമ്പിൽ എനിക്ക് അവതരിപ്പിക്കാനുള്ളത്. സഹോദരങ്ങളെ, ജീവവായു പോലെ വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ് ഇസ്ലാമിന്റെ ദഅവത്ത്. ഇസ്ലാം മനുഷ്യരെ ക്ഷണിക്കുന്നത് നേരത്തെ സൂചിപ്പിച്ച പോലെ സൃഷ്ടാവിലേക്ക് ക്ഷണിക്കുന്നു എന്നുള്ളതാണ് ഇസ്ലാമിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. സൃഷ്ടികളിലേക്ക് ക്ഷണിക്കുന്നു എന്നുള്ളതാണ് ബഹുദൈവത്വത്തിന്റെയും ഇതര ദർശനങ്ങളുടെയും അതുപോലെ പൗരോഹിത്യത്തിന്റെയും ഒരു വലിയ പ്രശ്നം. അള്ളാഹുവിലേക്ക് ക്ഷണിക്കുക എന്നതായിരുന്നു പ്രവാചകന്മാരെ അള്ളാഹു ഏൽപ്പിച്ച ദൗത്യം. ആദം അലൈഹിസ്സലാമിന് ഒരു ജനതയോട് കൃത്യമായ ഒരു പ്രബോധനത്തിന്റെ പാന്താവ് അള്ളാഹു അദ്ദേഹത്തോട് കൽപ്പിച്ചിട്ടില്ല. മനുഷ്യ സമൂഹം ശിർക്കിലേക്ക് ചെന്നത് നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കാലഘട്ടത്തിലാണ്. ആദം നബിയുടെയും നൂഹ് നബി അലൈഹിസ്സലാമിന്റെയും ഇടയിൽ 10 തലമുറ ഏകദൈവ വിശ്വാസികളായി ലോകത്ത് കഴിഞ്ഞുപോയി. റഈസുൽ മുഫസ്സിരീൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഇത് രേഖപ്പെടുത്തുകയും ഇത് ഇമാം ബുഖാരി വദ്ദം വലാ സുവാ എന്ന അദ്ദേഹത്തിന്റെ അധ്യായത്തിൽ വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കുന്നിടത്ത് തഫ്സീറിൽ അദ്ദേഹം രേഖപ്പെടുത്തുന്നുണ്ട്. 10 തലമുറകളിൽ ഏകദൈവ വിശ്വാസികളായ ആളുകൾ ജീവിച്ചു. 10 തലമുറ കഴിഞ്ഞപ്പോൾ ആ തലമുറയിലുണ്ടായിരുന്ന 5 മഹാന്മാരായ ആളുകളുടെ രൂപമുണ്ടാക്കാൻ പിശാച് ആ ജനങ്ങളോട് ഉത്ബോധനം നടത്തി. പിശാചിന്റെ ഈ ദുർമന്ത്രണത്തിന് വിധേയമായി ജനങ്ങൾ 5 മഹാന്മാരുടെ രൂപമുണ്ടാക്കി. ആ തലമുറ അവരെ ആരാധിച്ചില്ല. ശേഷം വന്ന തലമുറ അവരെ ആരാധിക്കാൻ തുടങ്ങി. പ്രാർത്ഥനകളും നേർച്ചകളും മാനസിക നൊമ്പരങ്ങളും പശ്ചാത്താപങ്ങളും അവർ ഈ 5 മഹാന്മാരോട് നടത്തി. ഇതും ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് രേഖപ്പെടുത്തുന്നുണ്ട്. തഫ്സീർ തബരിയിലും അതുപോലെ ഇബ്നു കസീർ റഹിമഹുള്ളയും അതുപോലെ തന്നെ ഇമാം ഖുർത്തുബിയുമൊക്കെ ഈ പശ്ചാത്തലത്തെ വിശദീകരിക്കുന്നുണ്ട്. ആദ്യമായി ലോക ചരിത്രത്തിൽ 5 മഹാന്മാരെ അള്ളാഹുവിനെ വിട്ട് മനുഷ്യർ ആരാധിക്കാൻ തുടങ്ങിയത് നൂഹ് നബി അലൈഹിസ്സലാം അഭിമുഖീകരിക്കുന്ന സമൂഹമായിരുന്നു. അതുകൊണ്ട് തന്നെ വദ്ദിനെയും സുവാഇനെയും യഹൂസിനെയും യഹൂക്കിനെയും നസ്റിനെയും അവർ ആരാധിച്ചു കൊണ്ടിരുന്നു. അതുകൊണ്ട് അവർ പറഞ്ഞു, ലാ തദറുന്ന ആലിയതകും വലാ തദറുന്ന വദ്ദം വലാ സുവാഅ വലാ യഹൂസ വയഹൂക വനസ്റ. വിശുദ്ധ ഖുർആൻ 71-ാം അധ്യായം സൂറത്തുൻ നൂഹിൽ 28 വചനങ്ങളാണുള്ളത്. ആരായിരുന്നു ഈ വദ്? ആരായിരുന്നു സുവാ? കല്ലിൻ തുണ്ടങ്ങളായിരുന്നില്ല, മരക്കഷ്ണങ്ങളായിരുന്നില്ല. വഹിയ അസ്മാഉ റിജാലും സാലിഹീന മിൻ ഖൗമി നൂഹിൻ. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കാലഘട്ടത്തിലെ സാലിഹീങ്ങളായ 5 മഹാന്മാരായിരുന്നു. അഥവാ നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിൽ പറയുന്ന ഔലിയാക്കളായിരുന്നു. 5 ഔലിയാക്കളെ വിളിച്ചു പ്രാർത്ഥിച്ചിരുന്ന ഒരു ജനതയോടാണ് നൂഹ് നബി അരുത് എന്ന് പറഞ്ഞത്. ഔലിയാക്കളെ ബഹുമാനിക്കാത്ത ആളായിരുന്നു നൂഹ് നബി എന്ന് നമ്മൾ ആരും വിചാരിക്കരുത്.
നൂഹ് നബി അലൈഹിസ്സലാം പ്രസംഗിച്ചത് ഏകദൈവാരാധനയായിരുന്നു. എന്നാൽ നൂഹ് നബിക്കെതിരായി പ്രസംഗിച്ച കാലഘട്ടത്തിലെ പണ്ഡിതന്മാർ ജനങ്ങളോട് പറഞ്ഞതെന്താ? ലാ തദറുന്ന ഹാലിയത്തക്കും വലാ തദറുന്ന വദ്ദം വലാ സുവാഅം വലാ യഗൂസ വയഹൂക വനസ്റ. ഈ 5 ഔലിയാക്കളോടുള്ള വിളിച്ചു പ്രാർത്ഥന നിങ്ങൾ അവസാനിപ്പിക്കരുത്. ഈ 5 ഔലിയാക്കളോട് നിങ്ങളുടെ പാപങ്ങൾ ഏറ്റുപറയുന്ന സമ്പ്രദായം നിങ്ങൾ ഉപേക്ഷിക്കരുത്. അതുകൊണ്ടാണ് ഈ 5 ഔലിയാക്കളോട് ഇസ്തിഗ്ഫാർ നടത്തിയ ജനതയോട് നൂഹ് നബി അലൈഹിസ്സലാം പറഞ്ഞ വാക്ക് സൂറത്തു നൂഹിന്റെ തുടക്കത്തിൽ തന്നെ അല്ലാഹു വിശദീകരിക്കുകയാണ്. ഖാല റബ്ബി ഇന്നി ദഅഉതു ഖൗമി ലൈലൻ വനഹാറ. അല്ലാഹുവേ, അല്ലാഹുവേ, ഈ ജനതയെ ഞാൻ നിന്നിലേക്ക് ക്ഷണിച്ചു പടച്ച തമ്പുരാനെ. ഖാല റബ്ബി ഇന്നി ദഅഉതു ഖൗമി ലൈലൻ വനഹാറ. അല്ലാഹ് രാവെന്ന വ്യത്യാസമില്ലാതെ, പകലെന്ന വ്യത്യാസമില്ലാതെ, രാവും പകലും പരിഗണിക്കാതെ, ഉച്ചയെന്ന സമയമില്ലാതെ, സായം സന്ധ്യ എന്ന പരിഗണനയില്ലാതെ മനുഷ്യർ കേൾക്കുന്ന സന്ദർഭങ്ങളിലെല്ലാം പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും അവർ തടിച്ചുകൂടുന്ന മാർക്കറ്റുകളിലും അവർ ഉത്സവ ചന്തകളിലും അവർ ആരാധിച്ചുകൊണ്ടിരുന്ന ഈ 5 മഹാന്മാരുടെ വിഗ്രഹത്തിന്റെ സാമീപ്യത്തിലും രാത്രി സൗകര്യമുള്ളവരെ ഞാൻ രാത്രി ചെന്ന് കണ്ടു. പടച്ചവനെ, ഞാൻ അവരെ നിന്നിലേക്ക് ക്ഷണിക്കുകയായിരുന്നു. ഇവിടെ വളരെ വ്യക്തമായ ഒരു റൂട്ട് നമുക്ക് കാണാൻ സാധിക്കുകയാണ്. കൊയിലാണ്ടിയിലെ കൊല്ലം എന്ന് പറയുന്ന, അതുപോലെ തന്നെ പാറപ്പള്ളി ഉൾപ്പെടെയുള്ള ഈ പ്രദേശത്ത് ചീന മസ്ജിദ് ഉൾപ്പെടെയുള്ള അന്ധവിശ്വാസങ്ങളുടെ കോട്ടക്കൊത്തലങ്ങൾ സ്ഥിതി ചെയ്യുന്ന ഈ കൊല്ലത്തിന്റെ മണ്ണിൽ പരലോകത്ത് പ്രതീക്ഷിക്കുകയും സ്വർഗത്തെ ആഗ്രഹിക്കുകയും ചെയ്യുന്നവർ ഗൗരവമായി ആലോചിക്കേണ്ട കാര്യം, നൂഹ് നബി വഹാബിയായിരുന്നില്ല, നൂഹ് നബി പിഴച്ച കക്ഷിയായിരുന്നില്ല, മുഹമ്മദ് അബ്ദുൽ വഹാബിന്റെ അനുയായി ആയിരുന്നില്ല. നൂഹ് നബി അലൈഹിസ്സലാം 5 ഔലിയാക്കളെയാണ് അവർ വിളിച്ചു പ്രാർത്ഥിച്ചത്. ഞാനല്ല പറയുന്നത്. ഏതൊരു പ്രവാചകന്റെ പരിശുദ്ധ കൈകൾ ഏതൊരു സഹാബിയുടെ ശിരസിൽ വെച്ച് പടച്ചവനെ ഇബ്നു അബ്ബാസിന് നേരിട്ട് അറിവ് പകരണമേ എന്ന് പ്രാർത്ഥിച്ച 13 വയസ്സിൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു പണ്ഡിത സഭയിലെ വിശുദ്ധ ഖുർആനിന്റെ ഉജ്ജ്വലനായ വ്യാഖ്യാതാവായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു പറയാണ്, അവർ സ്വാലിഹീങ്ങളായിരുന്നു, കല്ലായിരുന്നില്ല, മരമായിരുന്നില്ല, കേവല വിഗ്രഹങ്ങളായിരുന്നില്ല. ലോകത്തിന്റെ ചരിത്രത്തിൽ ഇമാം റാസിയുടെ 17ാമത്തെ വാള്യം 61ാമത്തെ പേജിൽ പറയുന്നുണ്ട്, ഒരു വിഗ്രഹവും പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടില്ല അമ്പിയാക്കളുടെ രൂപത്തിലല്ലാതെ, ഒരു വിഗ്രഹവും പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടില്ല ഔലിയാക്കളുടെ രൂപത്തിലല്ലാതെ. മഹാന്മാരായ ഔലിയാക്കളെ വിളിച്ചു പ്രാർത്ഥിച്ച പാരമ്പര്യത്തോടാണ് നൂഹ് നബിക്ക് വിയോജിപ്പുണ്ടായിരുന്നത്. പ്രിയപ്പെട്ടവരെ, ഇത് 921 ശേഷം സയ്യിദ് സനാഉല്ലാഹ് മക്തി തങ്ങളോ വക്കം മൗലവിയോ ഇ.കെ. മൗലവിയോ കെ ഉമർ മൗലവി സാഹിബോ അതുപോലെ വട്ടം അബ്ദുല്ലാ ഹാജിയോ സയ്യിദ് മൗലവിയോ തുടങ്ങി മഹാരഥന്മാരായ ഇസ്ലാഹിന്റെ വെള്ളിപ്രകാശം ലോകത്തിന്റെ മുമ്പിൽ പരത്തിക്കാണിച്ച മഹാന്മാർ കൊണ്ടുവന്നൊരാദർശമായിരുന്നില്ല. അതുകൊണ്ടാണ് നൂഹ് നബി അലൈഹിസ്സലാം അല്ലാഹുവിന്റെ മുമ്പിൽ പരാതി പറയുകയാണ്, നാഥാ, നിന്റെ സമൂഹത്തെ നിന്നിലേക്ക് ക്ഷണിച്ചപ്പോഴൊക്കെ അവരുടെ കാതുകളിൽ വിരലുകൾ തിരുകി അവരുടെ പുതപ്പ് കൊണ്ട് അവരുടെ ചെവി പൊത്തിപ്പിടിച്ചു. പടച്ചവനെ, നീ അവർക്ക് പുറത്തു കൊടുക്കുന്നതിന് വേണ്ടി അല്ലാഹുവേ നിന്നോടല്ലാത്തവരോട് അവർ പ്രാർത്ഥിച്ചു. നിന്റെ വായു ശ്വസിച്ച്, നിന്റെ വെള്ളം കുടിച്ച്, നീ കൊടുത്ത കൈ കൊണ്ട് പിടിച്ച്, നീ കൊടുത്ത കാലുകൊണ്ട് നടന്ന്, നീ കൊടുത്ത ഹൃദയം കൊണ്ട് ചിന്തിച്ച്, നീ നൽകിയ സെറിബ്രവും നീ നൽകിയ സെറിബെല്ലവും അങ്ങനെയെല്ലാം നിന്റേതായി അനുഭവിച്ചാസ്വദിച്ചവർ പടച്ചവനെ തെറ്റുകൾ ചെയ്തവരായിരുന്നു. അവർ പാപമോചനം തേടിയത് ഈ മഹാന്മാരോടായിരുന്നു. അതുകൊണ്ട് നാഥ, നീ പുറത്തു കൊടുക്കുന്നതിന് വേണ്ടി ഞാൻ അവരെ ക്ഷണിച്ചപ്പോഴൊക്കെ ഫലം യസിദുഹും ദുആഇ ഇല്ലാ ഫിറാറാ. പടച്ചവനെ, എന്റെ വിളി അവരുടെ ഓടിപ്പോക്ക് വർദ്ധിപ്പിച്ചതല്ലാതെയില്ല. അല്ലാഹു തിരഞ്ഞെടുത്ത ഉലുൽ അസ്മിന്റെ പ്രവാചകന്മാരില്ലേ, അതിൽ 1ാമത്തെ ആളായിരുന്നു നൂഹ് നബി അലൈഹിസ്സലാം. സഹോദരങ്ങളെ, ഭാര്യ കൂട്ടിനില്ലാത്ത ഒരു ഭർത്താവായിരുന്നു നൂഹ് നബി. നൂഹ് നബിക്ക് ഭാര്യ ഉണ്ടായിരുന്നു. ആദർശത്തിൽ തന്നോടൊപ്പമില്ല, ആശയത്തിൽ തന്നോടൊപ്പമില്ല, തന്നെ സ്നേഹിക്കാൻ, ആശ്വാസത്തിന്റെ വചനങ്ങൾ പറയാൻ. നേരെ മറിച്ച് നൂഹ് നബിയുടെ ഭാര്യ നൂഹ് നബിക്ക് ഭ്രാന്താണെന്നാണ്
എന്നാണ് പറഞ്ഞത്. ഏതൊരു ഭർത്താവിന്റെ കൂടെ അന്തി ഉറങ്ങിയോ, ഏതൊരു ഭർത്താവിന്റെ കൂടെ ആ വൈകാരികതയിൽ ശരീരം പങ്കുവെച്ചുവോ, ആ പെണ്ണ് നാട്ടുകാരുടെ കൂടെയായിരുന്നു. അതുകൊണ്ടാണ് മഹാനായ ഈ പ്രപഞ്ചത്തിന്റെ നാഥൻ, ലോകത്തിന്റെ തമ്പുരാൻ എന്ന് പറഞ്ഞതിന്റെ തൊട്ടുമീതെ നൂഹ് നബിയുടെയും ലൂത്ത് നബിയുടെയും ഭാര്യമാരെ പറ്റി പറഞ്ഞത്. അതേ, അവർ അമ്പിയാക്കളെ വഞ്ചിച്ചവരായിരുന്നു, നൂഹ് നബിയെ വഞ്ചിച്ചവരായിരുന്നു. അല്ലാഹു ഹിദായത്ത് നൽകിയ നൂഹ് നബിയുടെ ഭാര്യാവധം അലങ്കരിച്ചിട്ട് പോലും അല്ലാഹു ഹിദായത്ത് കൊടുത്തില്ല. നൂഹ് നബിയുടെ ഭാര്യക്ക് കൊടുക്കാത്ത ഹിദായത്ത് പ്രവാചകനായ ഇബ്രാഹിം നബിയുടെ പിതാവിന് കൊടുക്കാത്ത ഹിദായത്ത്, ലൂത്ത് നബിയുടെ മകന് ലൂത്ത് നബിയുടെ ഭാര്യക്ക് കൊടുക്കാത്ത ഹിദായത്ത്, നൂഹ് നബിയുടെ ഭാര്യക്കും മകനും അല്ലാഹു കൊടുത്തിട്ടില്ലാത്ത ഹിദായത്ത്. പ്രിയപ്പെട്ടവരെ, എനിക്കും നിങ്ങൾക്കും അല്ലാഹു നൽകി എന്നത് ഇത്തരുണത്തിൽ ചിന്തിക്കേണ്ട കാതലായ വിഷയമാണ്. സഹോദരങ്ങളെ, ഈ നൂഹ് നബി വീട്ടിലേക്ക് വരും. നാട്ടിൽ നിന്ന് കല്ലേറുകൾ. നൂഹേ, നീ ഞങ്ങളുടെ പാരമ്പര്യ വിശ്വാസങ്ങളെ തള്ളിക്കളയുകയാണോ? ഔലിയാക്കളെ ബഹുമാനിക്കാത്തവനാണോ? ഔലിയാക്കളെ റെസ്പെക്ട് ചെയ്യാത്തവനാണോ? ഔലിയാക്കൾക്ക് മരണശേഷം കഴിവില്ല എന്ന് വിശ്വസിക്കുന്നവനാണോ? ആ ജനത ചോദിച്ചതായി തഫ്സീർ തബരിയിൽ രേഖപ്പെടുത്തുന്നു, തഫ്സീർ ഖുർതുബിയിൽ രേഖപ്പെടുത്തുന്നു. ഇതൊരു പയഞ്ചനായ കാര്യമല്ല. ആ നൂഹ് നബി അലൈഹിസ്സലാം എല്ലാ ക്ഷീണവും ഏറ്റുവാങ്ങി, കല്ലേറുകൾ ഏറ്റുവാങ്ങി, വിമർശനങ്ങൾ ഏറ്റുവാങ്ങി വീട്ടിലേക്ക് വരികയായിരുന്നു. ഭാര്യ ആശ്വസിപ്പിക്കാനില്ല, സമാധാനിപ്പിക്കാനില്ല. മഹാനായ റസൂല് സമ്മിലൂനി യാ ഖദീജ എന്ന് പറയുമ്പോൾ പുതപ്പിട്ട് മൂടാൻ അനുസരണമുള്ള ഭാര്യ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് നബിയോട് അല്ലാഹു പറഞ്ഞത് 46-ാം അധ്യായം അവസാന ഭാഗത്ത്, ഫസ്ബിർ കമാ സബറ ഉലുൽ അസ്മി മിനർ റുസുൽ. പ്രവാചക, പൂർവകാല ആ ഉലുൽ അസ്മിന്റെ പ്രവാചകന്മാരില്ലേ, അവർ ക്ഷമിച്ച പോലെ ക്ഷമിക്കൂ പ്രവാചക എന്ന് പ്രവാചകനോട് പറഞ്ഞത്. സഹോദരങ്ങളെ, നൂഹ് നബി അലൈഹിസ്സലാം ജീവിതത്തിന്റെ അവസാന 950 വർഷമാണ് അദ്ദേഹം ഈ ജനങ്ങളോട് ഈ ദഅവത്ത് നടത്തിയത്. എന്നിട്ട് നൂഹ് നബി പറഞ്ഞു, ജനങ്ങളെ, ഫഖുൽതസ്തഗ്ഫിറു റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറാ വയുംദിദുക്കും ബിഅംവാലിൻ വബനീന വയജഅൽ ലക്കും ജന്നാത്തിൻ വയജഅൽ ലക്കും മൻഹാറാ മാലകുൽ ലാ തർജൂന ലില്ലാഹി വഖാറാ മാലകുൽ ലാ തർജൂന ലില്ലാഹി വഖാറാ മാലകുൽ ലാ തർജൂന ലില്ലാഹി വഖാറ. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് തഫ്സീർ തബരി പറയാൻ, അല്ല ജനങ്ങളെ, എന്താ നിങ്ങൾക്ക് അല്ലാഹുവിന് ഒരു ഗാംഭീര്യമില്ലാത്തത്? ഔലിയാക്കളുടെ പിന്നാലെ പോകുന്നവർക്ക് അല്ലാഹുവിനെ പറ്റി പറയുമ്പോൾ പുച്ഛമാണ്, അല്ലാഹുവിനെ പറ്റി പറയുമ്പോൾ പരിഹാസമാണ്. നൂഹ് നബിയുടെ ജനതയിൽ അതുണ്ടായി. ഔലിയാക്കളോട് ഇസ്തിഗ്ഫാർ നടത്തി. ഔലിയാക്കളുടെ ശിക്ഷ കിട്ടുമെന്ന് പറഞ്ഞാൽ അവർ ഭയപ്പെട്ടു. ഔലിയാക്കളെ പിടിച്ച് സത്യം ചെയ്യാൻ അവർ ഭയപ്പെട്ടു. തഫ്സീർ തബരിയുടെ വിശദാംശങ്ങളിൽ നമുക്ക് ഈ വസ്തുത കാണാം. അതുകൊണ്ട് നൂഹ് നബി ചോദിച്ചു, എന്താ അല്ലാഹുവിന് നിങ്ങൾ ഒരു വഖാറ് കാണാത്തത്? 71-ാം അധ്യായം 13 മുതൽ 16 വരെയുള്ള വചനമാണ്. വല്ലാഹു അംബതകും മിനൽ അർളി നബാതാ. അല്ലാഹു നിങ്ങളെ ഈ ഭൂമിയിൽ നിന്നൊരു മുളപ്പിക്കൽ മുളപ്പിച്ചു. ഈ ഭൂമിയുടെ ഭാഗമായിരുന്നു നിങ്ങൾ. മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ നുഖറാ. മണ്ണിന്റെ ഭാഗമായിരുന്ന നിങ്ങളെ, തെറിച്ചു വീണ ഇന്ദ്രിയത്തുള്ളിയുടെ കണികയായ നിങ്ങളെ. സൂറത്ത് ത്വാഹ 55-ാമത്തെ വചനം, ഫൽയൻദുരിൽ ഇൻസാനു മിമ്മ ഖുലിഖ ഖുലിഖ മിമ്മാ ഇൻദാഫിക് യഖ്റുജു മിൻ ബൈനി സുൽബി വത്തറായിബ്. മനുഷ്യരെ, നിങ്ങൾ നിങ്ങളുടെ സൃഷ്ടിപ്പിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? തെറിച്ചു വീണ ഇന്ദ്രിയത്തുള്ളിയിലെ ഒരു കണമായിരുന്നു നിങ്ങൾ. അതേ, മാതാവിന്റെ പിതാവിന്റെ ബീജവും അണ്ഡവും കൂടിച്ചേർന്നാണ് സായിബാബ ഈ ഭൂമുഖത്തേക്ക് വന്നത്. 1 നൂറ്റാണ്ട് പോലും ആയുസ് തികയാതെ ഈ മണ്ണോട് മണ്ണ് വിട പറയുമ്പോ മനുഷ്യരെ, അവരെ ആരാധിച്ച ഭക്തജനങ്ങളെ കുറിച്ചോർത്ത് പിടയുന്ന ഒരു നെഞ്ചകം ഒരു മുസ്ലിമിന്റെ പ്രത്യേകതയാണ്. സ്പന്ദിക്കുന്ന മുസ്ലിമിന്റെ നെഞ്ചകം സായിബാബയെ കബറടക്കുന്ന രംഗങ്ങൾ കണ്ടുകൊണ്ട് കണ്ടവരെ, സായിബാബ അള്ളാഹുവിന്റെ അടിമയാണ്. മാതാമൃതാനന്ദമയി അള്ളാഹുവിന്റെ അടിമയാണ്. രവിശങ്കർ
അള്ളാഹുവിന്റെ അടിമയാണ്. അംബിയാക്കൾ അള്ളാഹുവിന്റെ അടിമയാണ്. ഔലിയാക്കൾ അള്ളാഹുവിന്റെ അടിമയാണ്. വല്ലദീന തദഊന മിൻ ദൂനില്ലാഹ് ലാ യഖ്ലഖൂന ശൈഅൻ വഹും യഖ്ലഖൂൻ അംവാതുൻ അംവാതുൻ ഗൈറു അഹിയാഇൻ വമാ യശ്ഉറൂന അയ്യാന യുബഅസൂൻ. മനുഷ്യരെ അള്ളാഹുവിന് പുറമെ, പ്രപഞ്ചനാഥന് പുറമെ, റബ്ബിന് പുറമെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകളില്ലേ, അവർ സൃഷ്ടികളാണ്. സത്യമല്ലേ? സായിബാബ സൃഷ്ടിയല്ലേ? ശ്രീരാമൻ സൃഷ്ടിയല്ലേ? ശ്രീകൃഷ്ണൻ സൃഷ്ടിയല്ലേ? കന്യാമറിയം സൃഷ്ടിയല്ലേ? യേശുക്രിസ്തു സൃഷ്ടിയല്ലേ? മുഹമ്മദ് നബി സൃഷ്ടിയല്ലേ? ഉള്ളാളം നിങ്ങൾ സൃഷ്ടിയല്ലേ? നാഗൂരിലും അജ്മീറിലും മറമാടപ്പെട്ടു എന്ന് പറയുന്ന മഹാന്മാർ സൃഷ്ടിയല്ലേ? അല്ല പറയുകയാണ് 16-ാം അധ്യായം 21-ാമത്തെ വചനം, സൃഷ്ടികളോട് പ്രാർത്ഥിച്ചുകൂടാ, സൃഷ്ടാവിനോടെ പ്രാർത്ഥിച്ചുകൂടൂ. മാത്രമല്ല അംവാതുൻ, അവര് മരിച്ചുപോയി. അംവാതുൻ, അവര് മരിച്ചുപോയി. എന്റെ ചെറിയ മോള് എന്നോട് ചോദിച്ച ചോദ്യം അത്ഭുതത്തോടുകൂടി ഞാൻ കാണുകയാണ്. എന്റെ ചെറിയ മോൾ എന്നോട് ചോദിച്ചു, ബാപ്പി സായിബാബ മരിച്ചല്ലോ, ഇനി അവർ ആരെ വിളിച്ചു പ്രാർത്ഥിക്കും? എത്ര സുന്ദരമായ ഒരാശയമാണ് പ്രിയപ്പെട്ടവരെ. ഞാൻ ഓർക്കുകയായിരുന്നു, സായിബാബ മരിച്ചപ്പോൾ എന്റെ മനസ്സിലേക്ക് കടന്നു വന്ന അനവധി ചിന്തകളിൽ ചില ചിന്തകൾ ഞാൻ ഇവിടെ കോറിയിടുകയാണ്. പുട്ടപ്പർത്തിയിൽ ചെല്ലാൻ, സായി ഭക്തരെ കാണാൻ. മനുഷ്യരെ, നിങ്ങൾക്ക് വായു നൽകിയ അല്ലാഹ് സായിബാബയോടുകൂടെ മരിച്ചില്ല. നിങ്ങൾക്ക് വെള്ളം തന്ന അല്ലാഹ് സായിബാബയോടുകൂടി മരിച്ചില്ല. നിങ്ങളുടെ ഹാർട്ടിനെ നിയന്ത്രിക്കുന്ന അല്ലാഹ് നിങ്ങളുടെ ഹാർട്ടിന് നിശ്ചലത വരുത്തിയില്ല. സായിബാബയാണ് ആകാശത്തെ കൺട്രോൾ ചെയ്തിരുന്നെങ്കിൽ ആകാശം നിശ്ചലമാകുമായിരുന്നു, ഭൂമി നിശ്ചലമാകുമായിരുന്നു, സൂര്യൻ ചലിക്കാതിരിക്കും, ചന്ദ്രനിലാവലകൾ പിടിക്കാതിരിക്കും. എന്തിന്? സ്വന്തം ശരീരത്തിലെ 130 ഗ്രാം ഭാരമുള്ള, ചിന്തിക്കണം, മനുഷ്യൻ എന്ന മഹാദിശനാശാലി. ഇന്ന ശർറദ്ദവാബി ഇൻദല്ലാഹ് അസുമ്മം ബുക്കുമുല്ലദീന ലാ യഖിലൂൻ. ഖുർആനിലെ 8-ാം അധ്യായം 22-ാമത്തെ വചനമാണ്. അല്ലാഹുവിന്റെ അടുത്ത് ഏറ്റവും കിട്ടരായ ജീവികൾ ഡഫ് ബ്ലൈൻഡ് ആൻഡ് മ്യൂട്ടുള്ള, അന്ധതയും ബധിരതയും മൂകതയുമുള്ള. കണ്ണുണ്ട്, കാണേണ്ടത് കണ്ടില്ല. കാതുണ്ട്, കേൾക്കേണ്ടത് കേട്ടില്ല. ഹൃദയമുണ്ട്, ചിന്തിക്കേണ്ടത് ചിന്തിച്ചില്ല. അതുകൊണ്ട് തന്നെ ആ മനുഷ്യരെ വിളിച്ചുകൊണ്ടാണ് ഇസ്ലാം പറയുന്നത്, മനുഷ്യരെ, സായിബാബക്ക് ലോകത്തിന്റെ നിയന്ത്രണത്തിൽ പങ്കാളിത്തമുണ്ടായിരുന്നുവെങ്കിൽ ലഫസദതാ, ഭൂമി ഫസാദിലാകുമായിരുന്നു. ഭൂമിയുടെ സഞ്ചാരം സെക്കൻഡിൽ 30 കിലോമീറ്റർ വേഗതയിൽ ഈ ഭൂമി സഞ്ചരിക്കുന്നുണ്ട്. ഭൂമിയുടെ സഞ്ചാരം എങ്ങാനും സായിയുടെ നിയന്ത്രണത്തിലായിരുന്നുവെങ്കിൽ ഭൂമി നിശ്ചലമാകുമായിരുന്നു. അതുണ്ടായില്ല. സായി മരിച്ചിട്ടും സൂര്യൻ ഉദിച്ചു. സായിബാബ മരിച്ചിട്ടും രാവുണ്ടായി. സായിബാബ മരിച്ചിട്ടും പകലുണ്ടായി. സായിബാബ മരിച്ചിട്ടും പുഷ്പങ്ങൾ ഉദയം ചെയ്തു. സായിബാബ മരിച്ചിട്ടും നമ്മളൊക്കെ ഇവിടെ ജീവിച്ചു. ലോകത്തെ നിയന്ത്രിക്കുന്ന ഒരു ശക്തിയായിരുന്നു അദ്ദേഹമെങ്കിൽ ലോകം എന്നേക്കുമായി നശിച്ചു പോകുമായിരുന്നു. സഹോദരങ്ങളെ, ഓർക്കേണ്ട വലിയൊരു ചിന്തയുടെ പ്രശ്നമാണിത്. സായിബാബ മരിച്ചപ്പോൾ 1-2 കാര്യങ്ങൾ പ്രധാനമായി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. സൃഷ്ടികളെ ആരാധിച്ച മനുഷ്യരുടെ മുമ്പിലാണ് പ്രവാചകന്മാർ പോയി നിന്നത്. നമ്രൂദിന്റെ കൊട്ടാരത്തിലാണ് മഹാനായ ഫിറഔൻ, നമ്രൂദിന്റെ കൊട്ടാരത്തിലാണ് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ചെന്ന് നിന്നത്. ഫിറൗനിന്റെ കൊട്ടാരത്തിന്റെ പടിവാതിൽക്കൽ കയറിയാണ് മഹാനായ മൂസാ നബി കടന്നു ചെന്നത്. എന്തിനായിരുന്നു ഇത്? ആലോചിക്കേണ്ടതുണ്ട് നമ്മൾ. അള്ളാഹുവിലേക്ക് ക്ഷണിക്കാൻ 130 ഗ്രാം ഭാരമുള്ള സായിബാബയുടെ കിഡ്നി വർഷങ്ങൾക്ക് മുമ്പ് കേടുവന്നു പോയിട്ടുണ്ട്. അദ്ദേഹം അറിഞ്ഞില്ല. അദ്ദേഹത്തിന്റെ ശ്വാസകോശം നശിച്ചുപോയി. അദ്ദേഹം അറിഞ്ഞില്ല. സ്വന്തം ശരീരത്തിലെ 130 ഗ്രാം ഭാരമുള്ള കിഡ്നി പോലും തനിക്ക് നിയന്ത്രിക്കാൻ സാധിച്ചില്ല. എങ്കിൽ പറയൂ പ്രിയപ്പെട്ടവരെ, ലക്ഷോപലക്ഷം വരുന്ന മനുഷ്യരുടെ കിഡ്നി നിയന്ത്രിക്കാൻ, ഹാർട്ട് നിയന്ത്രിക്കാൻ ആർക്കും സാധ്യമല്ല. അതുകൊണ്ട് നമുക്ക് ഈ കൊല്ലത്തെ ആദർശ സമ്മേളനത്തിലൂടെ, ബൈലക്സിലൂടെ നൂറുകണക്കിന് മനുഷ്യർ ഒരുപക്ഷെ ഈ പ്രസംഗം കേൾക്കുന്നുണ്ടാകാം. ആധുനിക സംവിധാനങ്ങളിലൂടെ നാളെ ആയിരങ്ങൾ ഒരുപക്ഷെ LCD പ്രൊജക്ടറിലൂടെ ഈ പ്രസംഗം കേട്ടേക്കാം. ഇവിടെ വളരെ പ്രധാനമായി ഓർക്കേണ്ട ഒരു കാര്യം നോക്കണേ നിങ്ങൾ. സൂര്യൻ സഞ്ചരിച്ചുകൊണ്ടേയിരുന്നു. സൂര്യനെ സൃഷ്ടിച്ച പടച്ചതമ്പുരാൻ അവൻ
മരിച്ചിട്ടില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായ ഉടനെ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ആരെങ്കിലും മുഹമ്മദ് നബി മരിച്ചു എന്ന് പറഞ്ഞാൽ അവന്റെ തല ഞാനരിയും എന്ന് പറഞ്ഞ് പ്രസംഗിച്ചുകൊണ്ടിരുന്ന, വാദിച്ചുകൊണ്ടിരുന്ന, സംസാരിച്ചുകൊണ്ടിരുന്ന ഉമറിനോട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇജ്ലിസ് യാ ഉമർ, ഇജ്ലിസ് യാ ഉമർ, ഇജ്ലിസ് യാ ഉമർ, ഉമറേ ഇരിക്കെ. ആരെങ്കിലും എന്നിട്ട് അദ്ദേഹം വിശുദ്ധ ഖുർആനിലെ 3-ാം അധ്യായം സൂറത്ത് ആൽ ഇംറാൻ 144-ാമത്തെ വചനം ഓതി കൊടുത്തു. അല്ലാഹുവിന്റെ റസൂൽ മരിക്കും, പൂർവ്വപ്രവാചകന്മാരും മരിച്ചിട്ടുണ്ട്. എന്നിട്ട് പറഞ്ഞു, മൻ കാന യഅബുദു മുഹമ്മദൻ ഖദ് മാത, മൻ കാന യഅബുദു മുഹമ്മദൻ ഖദ് മാത. ആരെങ്കിലും മുഹമ്മദ് നബിയെയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആരാധിക്കുന്നതെങ്കിൽ ഖദ് മാത, അദ്ദേഹം മരിച്ചു. മരിച്ചവരോട് പ്രാർത്ഥിക്കുക എന്നത് ഇസ്ലാമിന്റെ സിദ്ധാന്തമല്ല. അംവാത്തുൻ, അവര് മരിച്ചുപോയി. ഗൈറു അഹിയാഇൻ, അവര് ജീവിച്ചിരിക്കുന്നവരല്ല. വമാ യശ്ഉറൂന അയ്യാന യുബഅസൂൻ, ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ദിനത്തെക്കുറിച്ച് അറിവുള്ളവരുമല്ല. എത്ര കൃത്യമാണ്, എത്ര വ്യക്തമാണ് ഈ കാര്യം. അതുകൊണ്ട് തന്നെ എന്നിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മൻ കാന യഅബുദുല്ലാഹ്, ആരെങ്കിലും അല്ലാഹുവിനെയാണ് ആരാധിക്കുന്നതെങ്കിൽ ഹയ്യുൽ ലാ യമൂത്ത്, അവൻ ഒരിക്കലും മരിക്കുകയില്ല. ഇവിടെ ഒരു പോയിന്റ് മനസ്സിലാക്കണം. എന്റെ വീടിന്റെ തൊട്ടടുത്തുള്ള ബാബേട്ടൻ സായിബാബ മരിച്ചതിന് ശേഷം എന്റെ മുഖത്ത് നോക്കിയിട്ടില്ല. കാരണം ചോദ്യത്തിന് മറുപടി പറയാൻ അദ്ദേഹത്തിന് സാധ്യമല്ല. നിങ്ങൾ ആരാധിച്ച പടച്ചവൻ മരിച്ചു പോയല്ലോ, ഇനി എന്ത് ചെയ്യുമെന്ന ചോദ്യത്തിന് മറുപടി പറയാൻ ശക്തിയില്ല. ഇല്ല, ഈ ഇരിക്കുന്ന മുജാഹിദുകളെ, സ്റ്റേജിലും സദസ്സിലും ഇരിക്കുന്ന നമുക്ക് ഒരാളുടെ ചോദ്യം കേട്ട് തലകുനിക്കേണ്ട ഒരവസ്ഥാവിശേഷം ഇല്ല. നിങ്ങളുടെ അല്ലാഹു സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിക്കപ്പെട്ടു എന്ന് ചാനലിൽ കണ്ടല്ലോ, പത്രത്തിൽ കണ്ടല്ലോ എന്ന് നമ്മൾ ആരാധിക്കുന്ന റബ്ബിനെ കുറിച്ച് ഒരാളും ചോദിക്കുകയില്ല. കാരണം ഇതൊരു വല്ലാത്ത സിദ്ധാന്തമാണ്. മഹാനായ ആദം അലൈഹിസ്സലാം റബ്ബനാ വലംനാ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. ആ ആദം അലൈഹിസ്സലാം ഏതൊരു റബ്ബിനോടാണോ പ്രാർത്ഥിച്ചത് അതേ റബ്ബിനോട് നൂഹ് നബി അലൈഹിസ്സലാം പ്രാർത്ഥിച്ചു. എത്ര? 950 വർഷം, 9.5 നൂറ്റാണ്ടിനിടയിൽ 9 ദൈവത്തെ നൂഹ് നബിക്ക് ആരാധിക്കേണ്ടി വന്നില്ല. ഒരു നൂറ്റാണ്ടിനുള്ളിലെ 84-ാമത്തെ വയസ്സിൽ സായിബാബ മരിക്കുമ്പോൾ 1 നൂറ്റാണ്ടിൽ പോലും ആ ദൈവം ജീവിച്ചില്ലെന്ന യാഥാർത്ഥ്യം അറിയുമ്പോൾ 9.5 നൂറ്റാണ്ട് നൂഹ് അലൈഹിസ്സലാം ആദം നബി ആരാധിച്ച പടച്ചവനെയാണ് വിളിച്ചു പ്രാർത്ഥിച്ചത്. ആ നൂഹ് നബി 9.5 നൂറ്റാണ്ട് വിളിച്ചു പ്രാർത്ഥിച്ച അതേ പടച്ചവനെയാണ് ഇബ്രാഹിം നബി വിളിച്ചു പ്രാർത്ഥിച്ചത്. ഇബ്രാഹിം നബി വിളിച്ചു പ്രാർത്ഥിച്ച അതേ പടച്ചവനെയാണ് കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം പ്രാർത്ഥിച്ചത്. കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം ഏതൊരു പടച്ചവനെയാണോ വിളിച്ചു പ്രാർത്ഥിച്ചത് ആ പടച്ചവനെയാണ് മഹാനായ റസൂലുള്ളാഹി പ്രാർത്ഥിച്ചത്. ആദ്യ മനുഷ്യൻ മുതൽ ലോകാവസാനം വരെ മരിക്കാത്ത, ക്ഷീണിക്കാത്ത, കിഡ്നി വീക്കാകാത്ത, ലെൻസ് അടിച്ചു പോകാത്ത, ഹാർട്ടിന്റെ സ്പന്ദനം നിൽക്കാത്ത അധിപതിയായ രാജാതിരാജനായ അതേ അലംതറ അന്നല്ലാഹ യസ്ജുദു ലഹു മൻ ഫിസ് സമാവാതി വമൻ ഫിൽ അർദ് വശംസു വൽ ഖമറു വൻ നുജൂമു വൽ ജിബാലു വസ്സജറു വദ്ദവാബു വകസീറും മിനൻ നാസ് വകസീറും മിനൻ നാസ്. വല്ലാത്തൊരു കാര്യം, അവർ കാണുന്നില്ലേ, അവർ കാണുന്നില്ലേ? ആകാശഭൂമികളിലുള്ളതെല്ലാം അല്ലാഹുവിനെ സാഷ്ടാംഗം ചെയ്യുന്നത് അവർ കാണുന്നില്ലേ? സൂര്യൻ അല്ലാഹുവിനെ ആരാധിക്കുന്നത് അവർ കാണുന്നില്ലേ? ഇല്ല, സൂര്യൻ മനുഷ്യനെ ആരാധിച്ചിട്ടില്ല, മനുഷ്യൻ സൂര്യനെ ആരാധിച്ചു. മഹാബുദ്ധിജീവിയായ മനുഷ്യൻ എലിയെ ആരാധിച്ചു. ഇല്ല, ഒരെലിയും മനുഷ്യനെ ആരാധിക്കാൻ ശ്രീകോവിൽ ഉണ്ടാക്കിയിട്ടില്ല. ഇല്ല, ഒരു പശുവും മഹാബുദ്ധിജീവിയായ മനുഷ്യനെ ആരാധിച്ചിട്ടില്ല. മഹാബുദ്ധിജീവിയായ മനുഷ്യൻ പശുവിനെ ആരാധിക്കുന്ന കാഴ്ച, വൃക്ഷങ്ങളെ ആരാധിക്കുന്ന കാഴ്ച 22-ാം അധ്യായം 18-ാമത്തെ വചനമാണ്. രാവ് അല്ലാഹുവിന്റെ ദൃഷ്ടാന്തത്തിൽപ്പെട്ടതാണ്. നോക്കണം, രാവുണ്ടായതിനു ശേഷം 50,000 കൊല്ലം കഴിഞ്ഞ് ഏതോ ഒരു ചിങ്ങമാസത്തിലെ അർദ്ധരാത്രിയിൽ ദേവകിയുടെ 8ാമത്തെ പുത്രനായി ജനിച്ച ഒരു ശക്തിയെ ദൈവമെന്ന്
ഇസ്ലാം വിളിച്ചില്ല. ആമിനയുടെ അബ്ദുള്ളയുടെ പുത്രനായി ജനിച്ച മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ദൈവമായി ഇസ്ലാം അവരോധിച്ചില്ല. കന്യാമറിയമിന്റെ പുത്രനെ ദൈവമായി ഇസ്ലാം അവരോധിച്ചില്ല. മനുഷ്യവാസം ഈ ഭൂമുഖത്തുണ്ടാകുന്നതിന് മുമ്പ് ഈ ലോകത്തെ സംവിധാനിച്ച സെറ്റാവിലേക്ക് മനുഷ്യരെ ക്ഷണിച്ചു. ഇത് ക്ഷണിക്കാൻ വന്നവരാണ് പ്രവാചകന്മാർ. ലോകത്ത് താക്കീതുകാർ വരാത്ത ഒരു ജനപദവും ഉണ്ടായിട്ടില്ല. ഞാൻ ആലോചിക്കുകയായിരുന്നു, നിങ്ങൾക്ക് നമ്മുടെ രാഷ്ട്രപിതാവ്, മുൻ രാഷ്ട്രപിതാവ് APJ അബ്ദുൽ കലാം, അദ്ദേഹത്തിന് തൗഹീദില്ല, അദ്ദേഹത്തിന് ഇസ്ലാമില്ല, അദ്ദേഹത്തിന് ഖുർആൻ അറിയില്ല. ജീവിതത്തിൽ ഒരിക്കൽ പോലും അദ്ദേഹം ഖുർആൻ വായിച്ചിട്ടില്ല. ജീവിതത്തിൽ ഭഗവത്ഗീത മനഃപ്പാഠമാക്കി, ബൈബിൾ അദ്ദേഹം പഠിച്ചു, സയൻസ് അദ്ദേഹം പഠിച്ചു. മുസ്ലിം കുടുംബത്തിൽ ജനിച്ചു വീഴാൻ ഭാഗ്യമുണ്ടായിട്ട് പോലും ഹിദായത്ത് നഷ്ടപ്പെട്ടു പോയ മനുഷ്യൻ, സായിബാബയെ ദൈവത്തിന്റെ പരിവേഷം നൽകി ബുദ്ധിജീവിതത്തിന്റെ എഴുത്തുകൾ എഴുതിയ ഒരു വലിയ വ്യക്തി, അദ്ദേഹം ഇന്ന് ജീവിച്ചിരിപ്പുണ്ട്. അദ്ദേഹത്തിന് ഈ ആദർശം എത്തിക്കണം, അദ്ദേഹത്തിന് ഈ ആദർശം എത്തിക്കണം. എന്റെ ഭാഷയുടെ പരിമിതി എനിക്കതിന് തടസ്സമാണ്. അതെ, ഇവിടെ നിങ്ങൾ നോക്കൂ, VR കൃഷ്ണ അയ്യർ അദ്ദേഹം പറയുകയാണ്, സായിബാബയോട് അദ്ദേഹം ചോദിച്ചുവത്രേ, അങ്ങന്റെ മുമ്പിലുള്ളപ്പോൾ അങ്ങന്റെ രക്ഷകനാണ്, എന്റെ പിന്നിൽ ഒരപകടം പതിയിരുന്നാൽ എന്നെ ആര് രക്ഷപ്പെടുത്തുമെന്ന് ചോദിച്ചത്രേ. സായിബാബ അതിന് പറഞ്ഞ മറുപടി, അങ്ങയുടെ മുന്നിലും അങ്ങയുടെ പിന്നിലും അങ്ങയുടെ വലതു ഭാഗത്തും അങ്ങയുടെ ഇടതു ഭാഗത്തും ഞാനുണ്ട്, എങ്ങോട്ട് തിരിഞ്ഞാലും എന്റെ സാന്നിധ്യം കാണാം. എന്നിട്ട് VR കൃഷ്ണയ്യർ എന്ന മഹാബുദ്ധിജീവി പറയുകയാണ്, അതുകൊണ്ടാണ് 96ാമത്തെ വയസ്സിലും ഞാൻ ജീവിക്കുന്നത് എന്ന്. മുന്നിലും പിന്നിലും ഇടതുഭാഗത്തും വലതുഭാഗത്തുമുള്ള സായിബാബ തന്റെ VR കൃഷ്ണയ്യരുടെ പ്രായം പോലും ഉണ്ടായില്ല. സായിബാബക്ക് പ്രവചിച്ച കാലഘട്ടം പോലും ആയുസ് നിലനിന്നില്ല. സായിബാബക്ക് VR കൃഷ്ണയ്യർക്ക് ബുദ്ധി വർക്ക് ചെയ്തില്ല. സച്ചിൻ ടെണ്ടുൽക്കറിന് ബുദ്ധി വർക്ക് ചെയ്തില്ല. ലോകത്ത് സൃഷ്ടിച്ച പടച്ചതമ്പുരാനിലേക്കാണ് നമുക്കവരെ ക്ഷണിക്കാനുള്ളത്. ഖലഖസ്സമാവാതി ബിഗൈരി അമദിൻ തറൗനഹാ വഅൽഖാ ഫിൽ അർളി റവാസിയ അൻ തമീദ ബികും വബസ്സ ഫീഹാ മിൻ കുല്ലി ദാബത്തിൻ വഅൻസൽനാ മിനസ് സമാഇ മാഅ ഫഅംബത്നാ ഫീഹാ മിൻ കുല്ലി സൗജിൻ കരീം. ഇബ്രാഹിം അലൈഹിസ്സലാം ബാപ്പാക്ക് പഠിപ്പിച്ചു കൊടുത്ത സിദ്ധാന്തവും ഇതിനെതിരല്ല. ആകാശഭൂമികളെ നോക്കൂ, ഒരു മകൻ, ഊർപട്ടണത്തിൽ ജീവിച്ച ഒരു മകൻ, ആരാ? ഇബ്രാഹിം നബി. 16 വയസ്സുള്ള ഒരു +1 വിദ്യാർത്ഥിയുടെ പ്രായം. ബാപ്പാനോട് തൗഹീദ് നടത്തുന്ന കാലം. MSMകാരെ, ISMകാരെ ഓർക്കണം നിങ്ങൾ. എന്താ നിങ്ങൾ മനസ്സിലാക്കുന്നത്? +1 വിദ്യാർത്ഥിയുടെ പ്രായമുള്ള ഇബ്രാഹിം അലൈഹിസ്സലാം ബാപ്പാന്റെ മുഖത്ത് നോക്കുകയാണ്. ഇറാഖിന്റെ തലസ്ഥാന നഗരിയായ ബഗ്ദാദ് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. അമേരിക്കയും ബ്രിട്ടനും ഇസ്രയേലും ചേർന്ന് നശിപ്പിച്ച് തരിപ്പണമാക്കിയ പ്രവാചക പാരമ്പര്യത്തിന്റെ പൈതൃകമുറങ്ങുന്ന യൂഫ്രട്ടീസിന്റെ, ടൈഗ്രീസിന്റെ, മെസപ്പൊട്ടേമിയൻ സംസ്കാരം നിലനിന്ന ഒരു നാഗരികതയെ തകർത്ത് തരിപ്പണമാക്കിയ ആ പ്രദേശമുണ്ടല്ലോ, ആ ബഗ്ദാദിൽ നിന്ന് 400 കിലോമീറ്റർ അകലെ അന്നാസിറിയ പട്ടണം. അന്നാസിറിയ പട്ടണത്തിന്റെ തെക്ക് ഭാഗത്ത് 10 കിലോമീറ്റർ അകലെ ഊർപട്ടണം. ആ ഊർപട്ടണത്തിൽ ഇന്നും ഇബ്രാഹിം നബിയുടെ വീടിന്റെ അവശിഷ്ടം കാണാം. ഇബ്രാഹിം നബി താമസിച്ച വീട് ഇന്നും നമുക്കവിടെ കാണാം. അവിടെ നിന്നുകൊണ്ടാണ് വിഗ്രഹ പൂജകനായ, ക്ഷേത്ര പൂജാരിയായ സ്വപിതാവിനോട് യാ അബതി, യാ അബതി, യാ അബതി, എന്തൊരു സ്നേഹമായിരുന്നു. എന്റെ പ്രിയപ്പെട്ട ഉപ്പ സ്നേഹിക്കുകയായിരുന്നു. അവർ നരകത്തിലെത്തരുത് എന്നാഗ്രഹിക്കുകയായിരുന്നു. യാ അബതി, എന്റെ പ്രിയ പിതാവേ, സ്നേഹം നിലനിൽക്കുകയാണ്. എന്റെ പൊന്നുപ്പ, ലിമ തഅബുദു മാ ലാ യസ്മഉ വലാ യുബ്സിറു വലാ യുഗ്നി അൻക ശൈആ. കാണാൻ കഴിയാത്ത, കേൾക്കാൻ കഴിയാത്ത ഈ കല്ലിൻ തുണ്ടത്തെയാണോ ബാപ്പ നിങ്ങൾ ആരാധിക്കുന്നത്? യാ അബതി ഇന്നി ഖദ് ജാഅനി മിനൽ ഇൽമി മാ ലം യഅതിക ഫത്തബീനി അഹദിക സിറാതൻ സവിയ്യ. ബാപ്പ, നിങ്ങൾക്ക് കിട്ടാത്തൊരറിവ്, നിങ്ങൾക്ക് അറിവില്ലെന്നല്ല, നിങ്ങൾ അറിവുള്ളവൻ തന്നെ. പക്ഷേ ബാപ്പ, നിങ്ങൾക്ക് വന്നെത്തിയിട്ടില്ലാത്ത ഒരു യഥാർത്ഥ പ്രകാശം, ഒരു യഥാർത്ഥ വെളിച്ചം, തൗഹീദിന്റെ ശബ്ദം എനിക്ക് വന്നെത്തിയിട്ടുണ്ട് ബാപ്പ. അത് നിങ്ങൾ സ്വീകരിച്ചാൽ ഞാൻ നിങ്ങളെ വഴി നടത്താം. ഞാൻ നിന്റെ ബാപ്പയാ, നീ എന്റെ മോനാ, പോ ഇവിടുന്ന്.
പാരമ്പര്യ വിശ്വാസങ്ങളെ തള്ളിക്കളയുന്നവനെ എന്ന് ബാപ്പ ആക്രോശിക്കുകയാണ്. ഇബ്രാഹിം നബി എന്റെ പൊന്നുപ്പ എന്ന് വിളിച്ചു, എന്റെ മുത്തുപ്പ എന്ന് വിളിച്ചു, ബഹുമാനം കാത്തു സൂക്ഷിച്ചു. എന്നിട്ടും ഇബ്രാഹിം നബി എതിർക്കപ്പെട്ടു. ചക്കരവാക്കുകൊണ്ട് ആളുകൾ സ്വീകരിക്കുമെന്നത് ഒരു വെറും വാക്ക് മാത്രമാണ്. എതിർക്കുന്നവർ നിങ്ങൾ എന്ത് വാക്ക് പറഞ്ഞാലും എതിർത്തുകൊണ്ടേയിരിക്കും. നിഷേധിക്കുന്നവർ നിങ്ങൾ ഇനി മോനെ, തേനെ, മുത്തേ, ചക്കരെ എന്ന് വിളിച്ചാലും അവൻ എതിർത്തുകൊണ്ടേയിരിക്കും. പഞ്ചാര വാക്കിന് പ്രസക്തിയില്ലാത്ത ഒരു നൂറ്റാണ്ടിലാണ് ഞാനും നിങ്ങളും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് നിങ്ങൾ മനസ്സിലാക്കണം. കാരണം രോഗം ഫസ്റ്റ് സ്റ്റേജിലല്ല. ക്യാൻസറിന്റെ സ്റ്റേജ് ഫസ്റ്റ് സ്റ്റേജ് ആണെങ്കിൽ ചികിത്സയുണ്ട്, ലളിതമാണ് ചികിത്സ. 4 സ്റ്റേജും കഴിഞ്ഞ് ഒരു രോഗിക്ക് ചികിത്സ ഫലിക്കില്ല, ചിലപ്പോൾ ഓപ്പറേഷൻ പോലും ഫലിക്കില്ല. ലോകത്തിലെ മൊത്തത്തിലുള്ള മനുഷ്യരുടെ അവസ്ഥാവിശേഷം പരിശോധിച്ചാൽ കേവലമായ സതുപദേശം കൊണ്ട് മാത്രം ഈ ജനത നന്നാകുമെന്ന് നാം വിചാരിക്കേണ്ടതില്ല. ഈ ജനതയുടെ മനോമുഖരത്തിലേക്ക് അടിച്ചു കയറി നമുക്കറിയാം, ഒരു വാർപ്പ് നിർവഹിച്ചാൽ, ഇന്നൊരു വാർപ്പ് നിർവഹിച്ചാൽ അതിൽ നമുക്ക് നമ്മുടെ പേര് കൈയുടെ നഖം കൊണ്ട് എഴുതാം, ഈർക്കൽ കൊണ്ട് എഴുതാം. 3 ദിവസം കഴിഞ്ഞാൽ ഒരു കമ്പി കൊണ്ട് അതിൽ വരയ്ക്കാൻ അല്പം ശക്തി ആവശ്യമാണ്. അതൊരു 10 വർഷം കഴിഞ്ഞ വാർപ്പാണെങ്കിൽ അടിച്ചു പൊളിക്കേണ്ടി വരും. നൂറ്റാണ്ടുകളുടെ അന്ധവിശ്വാസം പേറിയ മനസ്സിൽ കേവലമായ ഒരു തൊടൽ കൊണ്ട് ഈ സമൂഹം നന്നാകുമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. യാ അബതി ഇന്നി അഖാഫു അയ്യമസ്സക അദാബൻ മിനർ റഹ്മാൻ. അതാണ് പ്രവാചകന്മാരുടെ മാനദണ്ഡം. ബാപ്പാ, ഞാനിത് നിങ്ങളോട് പറയുന്നത് ദുനിയാവിൽ എനിക്കൊരു നേട്ടമില്ല ബാപ്പാ. ബാപ്പാ, നിങ്ങൾ തൗഹീദ് സ്വീകരിച്ചാൽ പരലോകത്തും ഇഹലോകത്തും നിങ്ങൾക്ക് രക്ഷ. നിങ്ങളിത് സ്വീകരിക്കുക വഴി എനിക്കൊന്നും കിട്ടാനില്ല ബാപ്പാ, റബ്ബിന്റെ പ്രതിഫലമല്ലാതെ. എന്നിട്ട് ഇബ്രാഹിം നബി പറഞ്ഞു, ഇന്നി അഖാഫു അയ്യമസ്സക അദാബൻ മിനർ റഹ്മാൻ. 19-ാമത്തെ അധ്യായം 42 മുതൽ 49 വരെയുള്ള വചനം. ബാപ്പാ, നിങ്ങൾക്കൊരു ശിക്ഷ വരുന്നതിന് ഞാൻ ഭയപ്പെടുന്നുണ്ട് ബാപ്പാ. സഹീഹുൽ ബുഖാരിയിൽ കാണാം, പരലോകത്ത് ഇബ്രാഹിം നബി വരും, മറുഭാഗത്ത് ഇബ്രാഹിം നബിയുടെ ബാപ്പ ആസർ ഉണ്ടാകും. അന്ന് ബാപ്പാനോട് തൗഹീദ് പറഞ്ഞപ്പോ നിന്നെ ഞാൻ കല്ലെറിഞ്ഞു കൊല്ലും, പോടാ നീ എന്റെ മുമ്പിൽ നിന്ന് എന്ന് ബാപ്പ ആക്രോശിച്ചതിനെ കുറിച്ച് അള്ളാഹുവിന്റെ ഗ്രന്ഥം പറയുന്നുണ്ട്. സ്വന്തം മോനെ വീട്ടിൽ നിന്ന് ബാപ്പ ആട്ടിയിറക്കുന്ന, കല്ലെറിയുമെന്ന് പറഞ്ഞ ആ പാരമ്പര്യം വിശുദ്ധ ഖുർആൻ വിശദീകരിക്കുകയാണ്. അപ്പോഴും ആത്മസംയമനം പാലിച്ച്, ക്ഷമ പാലിച്ച് ആ മകൻ പറയുകയാണ്, ബാപ്പാ സലാമുൻ അലൈക്കും, ബാപ്പാ സലാമുൻ അലൈക്കും. അല്ലാഹുവിന്റെ രക്ഷ എന്റെ ബാപ്പ നിങ്ങൾക്കുണ്ടാകട്ടെ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ആ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി പരലോകത്ത് വരും. റസൂലുള്ളാഹി പറയാൻ, അന്ന് ബാപ്പ ആസറിനെ കാണും, തന്റെ പ്രിയ പിതാവ് ആസറിനെ കാണും. അന്ന് ഇബ്രാഹിം നബി അള്ളാഹിനോട് പറയുമത്രേ, അല്ലാ, എന്റെ പ്രിയപ്പെട്ട ബാപ്പ, എന്റെ ബാപ്പ നരകത്തിൽ പോകുക വഴി എനിക്ക് നിന്ദിതയാണ് റബ്ബേ, അതിന് നീ എന്നെ വിധേയമാക്കരുത്. അത് പറഞ്ഞു തീരുന്ന സമയം ഇബ്രാഹിം നബിയുടെ കാലിനടിയിൽ ഒരു ജന്തു, ഒരു കറുത്ത ജീവി രക്തത്തിൽ കിടന്ന് പിടയ്ക്കും. ഇബ്രാഹിം നബിയുടെ കാല് വലിക്കും. കാല് വലിക്കുന്ന ആ സെക്കൻഡിൽ ഇബ്രാഹിം നബിയുടെ ബാപ്പ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടും എന്ന് പ്രവാചക തിരുമേനി നമ്മളെ പഠിപ്പിക്കുകയാണ്. മൂസാ നബി അലൈഹിസ്സലാം ഫിറൗനിന്റെ കൊട്ടാരത്തിൽ ചെന്നു. ഫഖാല അന റബ്ബുക്കുമുൽ അഅല ഫഹശറ ഫനാദാ ഫഖാല അന റബ്ബുക്കുമുൽ അഅല. അത് പറഞ്ഞ ഫിറൗനിനോട് ഫഖൂലാ ലഹു ഖൗലൻ ലയ്യിന ലഅല്ലഹു യതദക്കറു വ യഖ്ശാ. വിശുദ്ധ ഖുർആൻ 20-ാം അധ്യായം 42 മുതൽ 44 വരെയുള്ള വചനം. ഇബ്രാഹിം നബി ഫിറൗനിന്റെ കൊട്ടാരത്തിൽ ചെന്നു. എന്നിട്ട് റബ്ബിനെ പരിചയപ്പെടുത്തി. റബ്ബുനല്ലദീ അഅതാ കുല്ല ശൈഇൻ ഖൽഖഹു സുമ്മ ഹദാ. പീഡിപ്പിക്കപ്പെട്ടു, കഷ്ടപ്പെട്ടു, ത്യാഗമനുഭവിച്ചു, നാട് വിടേണ്ടി വന്നു പ്രവാചകന്മാർക്ക്. ഊർപട്ടണത്തിൽ നിന്ന് ഇതാ ഇന്ന് എബ്രോൻ നഗരത്തിലാണ് ഇബ്രാഹിം നബിയുടെ ഖബറുള്ളത്. അമ്പിയാക്കൾ ത്യാഗമനുഭവിക്കുകയായിരുന്നു. ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ്, അമ്പിയാക്കൾ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നു. ആധുനിക കാലഘട്ടത്തിലെ മുസ്ലിങ്ങൾ പരിചയപ്പെടുത്തുന്ന ഔലിയാക്കൾ അവരാരാ? അവർ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നവരല്ല. ഈ ഒരു പോയിന്റ് പള്ളിയുടെ ഉള്ളിൽ നിൽക്കുന്ന
മുസ്ലിയാക്കന്മാരായിട്ടുള്ള ആളുകൾ വരെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റാണ്. അമ്പിയാക്കൾ റോട്ടിലിറങ്ങിയവരാണ്. ഔലിയാക്കൾ, അള്ളാഹുവിന്റെ യഥാർത്ഥ ഔലിയാക്കൾ റോട്ടിലിറങ്ങിയവരാണ്. തൗഹീദ് പറഞ്ഞതിന്റെ പേരിൽ അതേ നാട് വിട്ട് ഗുഹയിൽ അഭയം പ്രാപിക്കേണ്ടി വന്നവരാണ് അള്ള പരിചയപ്പെടുത്തിയ ഔലിയാക്കൾ. ഇന്നത്തെ സമസ്ത പരിചയപ്പെടുത്തുന്ന ഏതെങ്കിലും ഒരു ഔലിയ റോട്ടിലിറങ്ങി തൗഹീദ് പറഞ്ഞിട്ടുണ്ടോ? ഏറ് കിട്ടിയിട്ടുണ്ടോ? ത്യാഗം അനുഭവിച്ചിട്ടുണ്ടോ? വേദന അനുഭവിച്ചിട്ടുണ്ടോ? ജനങ്ങളിലേക്ക് ഇറങ്ങി തിരിച്ചിട്ടുണ്ടോ? അതുകൊണ്ട് തന്നെ അവരൊന്നും ഇസ്ലാമിന്റെ ആളുകളല്ല. അൽ ഉലമാഉ വറസത്തുൽ അംബിയാ, അംബിയാക്കളുടെ അനന്തരാവകാശികളാണ് പണ്ഡിതന്മാർ. ആണോ? അംബിയാക്കൾക്ക് കല്ലേറ് കിട്ടി. നൂഹ് നബിയോട് കല്ലെറിഞ്ഞു കൊല്ലുമെന്ന് പറഞ്ഞു. സാലിഹ് നബിയോട് കല്ലെറിഞ്ഞു കൊല്ലുമെന്ന് പറഞ്ഞു. അതുപോലെ ഹൂദ് നബിയോട് കല്ലെറിഞ്ഞു കൊല്ലുമെന്ന് പറഞ്ഞു. മൂസാ നബിയോട് കല്ലെറിഞ്ഞു കൊല്ലുമെന്ന് പറഞ്ഞു. മുഹമ്മദ് നബിയെ അക്ഷരാർത്ഥത്തിൽ കല്ലെറിഞ്ഞു, വേദനിച്ചു. ഞാൻ ചോദിക്കട്ടെ, ആ പ്രവാചക പരമ്പരയിലെ തങ്ങന്മാരില്ലേ നമ്മുടെ നാടുകളിൽ കല്ലേറ് കിട്ടിയോ? കൂക്കുവിളി കിട്ടിയോ? തൗഹീദ് പറഞ്ഞതിന്റെ പേരിൽ, വിഗ്രഹാരാധനത്തിന്റെ പേരിൽ? ഇല്ല. മട്ടുപ്പാവുകളിൽ വെഞ്ചാമരങ്ങൾ വീശി 1,20,00,000 കാറിൽ സഞ്ചരിച്ച് ഓൾ വേൾഡ് തക്ബീർ തൊഴിലാളികളുടെ അകമ്പടിയോടെ ജീവിച്ച പാരമ്പര്യമല്ലാതെ, ഏറുകിട്ടിയ പാരമ്പര്യം മുജാഹിദുകളുടെ പാരമ്പര്യം, ഏറുകിട്ടിയ പാരമ്പര്യം അമ്പിയാക്കളുടെ പാരമ്പര്യം, ഏറുകിട്ടിയ പാരമ്പര്യം അസ്ഹാബുൽ കൗഫിന്റെ പാരമ്പര്യം, ഏറുകിട്ടിയ പാരമ്പര്യം സഹാബികളുടെ പാരമ്പര്യം, അടികിട്ടിയ പാരമ്പര്യം സഹാബികളുടെ പാരമ്പര്യം. കാന്തപുരത്തിന്, പേരോടിന് അടികിട്ടിയില്ല, കൂക്ക് കിട്ടിയില്ല, കല്ലേറ് കിട്ടിയില്ല, സ്റ്റേജിൽ പോലും ചോദ്യങ്ങൾ ഉണ്ടായില്ല. മുജാഹിദുകളുടെ സ്റ്റേജ് കയ്യേറപ്പെട്ടു, കൂക്ക് വിളിക്കപ്പെട്ടു, ബഹിഷ്കരിക്കപ്പെട്ടു, കൊല്ലപ്പെട്ടു, കൈമുറിക്കപ്പെട്ടു, തലക്കറിയപ്പെട്ടു, കണ്ണെറിഞ്ഞു പൊട്ടിച്ചു. ഇത് പ്രവാചകന്മാർ ഏറ്റുവാങ്ങിയ പാരമ്പര്യമാണ്. പൗരോഹിത്യമെന്നും സുഖിക്കുകയായിരുന്നു. സൂറത്ത് യാസീൻ 36-ാം അധ്യായം 21-22 വചനങ്ങൾ. ആ നാട്ടിലൊരു മനുഷ്യൻ, പുരോഹിതന്മാരുടെ കൈകളിൽ ഞെരിഞ്ഞമർന്ന് ജീവിച്ചൊരു മനുഷ്യൻ. തീർന്നില്ല, ആ പുരോഹിതന്മാർക്ക് എന്ത് തൊട്ടാലും പൈസ വേണം. അങ്ങനെയാണ് 3 പ്രവാചകന്മാർ അല്ലാഹ് അയക്കുന്നത് ആ നാട്ടില്. സൂറത്ത് യാസീൻ പറയാ, മരിച്ചെടുത്ത് മാത്രം ഓതിയത് കൊണ്ട് യാസീനിൽ എന്താ ഉള്ളതെന്ന് അറിയില്ല. കേട്ടോളി. സൂറത്ത് യാസീനിൽ അല്ലാഹ് പറയാൻ, പടച്ച തമ്പുരാൻ പറയാൻ, എന്ത്? ആ നാട്ടിൽ 3 നബിമാര് വന്നു. ആ നബിമാര് ജനങ്ങളോട് വയലേറിഞ്ഞ്. എന്താ വയലേറിഞ്ഞ്? അള്ളാഹിനെ മാത്രം ആരാധിക്കണം, പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രം. പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രം. അത് പറഞ്ഞപ്പോ ഏറ് കിട്ടി, കൂക്ക് കിട്ടി, ബഹിഷ്കരണം കിട്ടി, ഭ്രാന്തന്മാരാന്ന് പറഞ്ഞു. അപ്പൊ ആ നാട്ടില്, ഏത് നാട്ടിലുണ്ടാകില്ല, ഏത് അന്ധവിശ്വാസികൾക്കിടയിൽ കുറച്ചൊക്കെ ചിന്തിക്കുന്നൂല്. അപ്പൊ പുരോഹിതന്മാരുടെ കരാളഹസ്തങ്ങളിൽ ഞെരിഞ്ഞമർന്ന് എല്ലാം ജനങ്ങൾ അങ്ങോട്ട് പോക്കറ്റടിക്കുക. കൈക്കോട്ട് പോലെയാ. ഇങ്ങനെയാണല്ലോ കൈക്കോട്ട്, കണ്ടില്ലേ? കൈക്കോട്ട് ഇങ്ങനെ. ഓക്കെ, മുസ്ലിയാക്കന്മാർക്കൊക്കെ അങ്ങോട്ട് കൊടുക്കുന്ന വല്ല സമ്പ്രദായം ഉണ്ടോ? ഉണ്ട്. അങ്ങോട്ട് കൊടുക്കൂ, നരകോ. ക്ഷമിക്കണം, അങ്ങോട്ട് കൊടുക്കുന്നത് നരകോ. ഇങ്ങോട്ടോ 1000ന്റെ നോട്ട്. എല്ലാ സമ്പത്തും, 10 ഏക്കർ സ്ഥലം, 5 ഏക്കർ സ്ഥലം, അതൊക്കെ അങ്ങോട്ടോ നരകോ. അല്ലാതെ വേറെന്താ ഉള്ളത്? ആലോചിച്ചു നോക്കണം നിങ്ങൾ. അല്ലാതെ വേറെന്താ ഉള്ളത്? ഒന്ന് ചിന്തിച്ചേ. ഈ മനുഷ്യൻ ആലോചിക്കുകയാണ്. ഈ നബിമാർ ആ നാട്ടിൽ വന്നു. നബിമാർക്ക് ജനങ്ങൾ ഏറ് കൊടുത്തു, കൂക്ക് കൊടുത്തു, ബഹിഷ്കരണം കൊടുത്തു, ആക്രമിച്ചു, പലതും പറഞ്ഞു, അല്ലേ? അപ്പൊ ഈ മനുഷ്യൻ ചിന്തിക്കുകയാണ്, ഇവര് പ്രസംഗിച്ചു, അവർ ജനങ്ങളെ കല്ലെറിഞ്ഞില്ല, അവർ ജനങ്ങളെ കൂക്ക് വിളിച്ചില്ല, അവർ ജനങ്ങളുടെ വീട്ടിൽ കയറി തല്ലിയില്ല, അവർ ജനങ്ങളോട് ഏകദൈവ വിശ്വാസം പറഞ്ഞു, മറിച്ച് ഇവരാക്രമിച്ചു. അതുകൊണ്ട് ആ മനുഷ്യൻ വന്നിട്ട് പറഞ്ഞു, ചങ്ങായിമാരെ, നമ്മുടെ നാട്ടിലെ പുരോഹിതന്മാരെന്നൊക്കെ പറഞ്ഞാലേ ഒലി നമ്മളെ പോക്കറ്റ് കാലി അടിക്കുന്നില്ല. ഇവർക്കൊരു പ്രത്യേകത ഉണ്ട്. ഇവർ നമ്മളോടൊന്നും ചോദിക്കുന്നില്ല. കണ്ടോ? ഇവർ നമ്മളോടൊന്നും ചോദിക്കുന്നില്ല, അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഈ അടുത്ത ഈ റബീഉൽ അവ്വലിന് ഒരു നോട്ടീസ് കാന്തപുരം ഗ്രൂപ്പ് ഇറക്കിയ നോട്ടീസ്. ആ നോട്ടീസിലുള്ള എന്തറിയോ? നിങ്ങൾ ചെല്ലുന്ന സലാത്തിന്റെ എണ്ണം ഈ ഫോൺ നമ്പറിൽ അറിയിക്കുക. എങ്ങനെ? നിങ്ങൾ ചെല്ലുന്ന ഇബാദത്താകുന്ന സലാത്തിന്റെ എണ്ണം ഈ ഫോൺ നമ്പറിൽ അറിയിക്കുക. പടച്ചോനാ, നിങ്ങൾ ഇനി അടുത്ത വർഷത്തെ നോട്ടീസിൽ നിങ്ങൾ നിസ്കരിച്ച നിസ്കാരത്തിന്റെ റക്കഅത്തിന്റെ എണ്ണം, സുന്നത്ത് എത്ര, ഫർള് എത്ര, തഹജ്ജുദ് എത്ര, നിങ്ങൾ നോറ്റ നോമ്പ്, നിങ്ങൾ ചെയ്ത ഹജ്ജ്, നിങ്ങൾ ചെയ്ത ഉംറ, നിങ്ങൾ കൊടുത്ത സദക്ക, അതൊക്കെ ഈ ഫോൺ നമ്പറിൽ അറിയിക്കുക. എന്തൊരു കൗമാണ് ഈ കൗമ്! എന്റെ പ്രിയപ്പെട്ടവരെ, ഇബാദത്ത് അള്ളാഹിനെ അറിയിക്കാനാ. ഇവിടെ കൗമ പറയുന്നത് ഈ
ഈ ഫോൺ നമ്പറിൽ നിങ്ങൾ ചെല്ലിയ സലാത്ത് എന്താ പ്രിയപ്പെട്ടവരെ നോമ്പിന്റെ എണ്ണം പറയാതിരുന്നത്? അതുകൊണ്ട് പൈസ ഉണ്ടാക്കാൻ പറ്റൂല. സലാത്ത് വിറ്റ് പൈസ ഉണ്ടാക്കാൻ പറ്റും. അതുകൊണ്ട് അത് പറഞ്ഞു. ഏത് പൈസ ഉണ്ടാക്കാൻ പറ്റുമോ അത് മുസ്ലിയാക്കന്മാർക്ക് വളരെ പ്രധാനമാണ്. ഏതിന്റെ പേരിൽ പൈസ ഉണ്ടാക്കാൻ പറ്റുമോ അത് ജനങ്ങൾക്ക് പ്രധാനമാണ്. ഇതാണ് ഈ ലോകത്തിന്റെ ഒരു അവസ്ഥ. അതുകൊണ്ട് ആ മനുഷ്യൻ പറഞ്ഞു. എന്നിട്ട് എന്തുണ്ടായി? അതാ അടുത്ത ഭാഗം. ഇത് പറഞ്ഞതിന്റെ പേരിൽ ആ നാട്ടിലൊരു മനുഷ്യൻ അയാൾ വന്നിട്ട് പറഞ്ഞു, അമ്പിയാക്കളെ നമ്മളോട് പ്രതിഫലം ഒന്നും ചോദിക്കില്ല, പ്രസംഗിക്കും അവര് പോകും, നമ്മൾ സ്വീകരിച്ചേ നമുക്ക് എന്ന്. അത് പറഞ്ഞ മനുഷ്യനെ അവര് കൊന്നു കളഞ്ഞു. സൂറത്ത് യാസീൻ പറയാൻ ആ മനുഷ്യനെ കൊന്നിട്ട് ആ മനുഷ്യൻ പറയാ, പടച്ചോനെ ഞാൻ മരിച്ചപ്പോ ഞാൻ സ്വർഗത്തിലാന്നുള്ള വിവരം ഓരെ അറിയിക്കാൻ എനിക്കൊരു അവസരം തന്നിരുന്നെങ്കിൽ എന്തൊരു ഗുണകാംക്ഷ. അവര് തച്ച് ചെരിപ്പെടുത്തി കൊന്നു കളഞ്ഞു. എന്നിട്ട് പോലും ആ മനുഷ്യൻ പറയാ, പടച്ചോനെ 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 ഞാൻ സ്വർഗത്തിലാന്നുള്ളവരെ എന്നെ തച്ചു കൊന്നവർ അറിഞ്ഞിരുന്നെങ്കിൽ എന്ന് പറയുന്ന ആ ഗുണകാംക്ഷയുടെ ചരിത്രം, അമ്പിയാക്കൾ അനുഭവിച്ച പീഡനത്തിന്റെ ചരിത്രം. യഹ്യ അലൈഹിസ്സലാം സക്കരിയ നബി പ്രാർത്ഥിച്ചു നേടിയ യരിസുനി വയരിസു മിൻ ആലി യാഖൂബ വജഅൽ റബ്ബി റദിയ. സൂറത്ത് മറിയം 1 മുതൽ 10 വരെയുള്ള വചനം വായിക്കണം നിങ്ങൾ. യഹ്യ നബി ഒരൊറ്റ ദിവസമേ തൗഹീദ് പറഞ്ഞിട്ടുള്ളൂ. ജനങ്ങളെ, യുവാക്കളെ, ചെറുപ്പക്കാരെ, മുജാഹിദ് പ്രസ്ഥാനത്തിലെ പ്രവർത്തകരെ, യഹ്യ നബി ഒരൊറ്റ ദിവസം തൗഹീദ് പ്രസംഗം, ഒറ്റ പ്രസംഗം കൊണ്ട് ആളെ കട്ട് ചെയ്ത് കളഞ്ഞു. യഹ്യ നബിയുടെ തല കഴുത്തിൽ നിന്ന് ഛേദിച്ച് ആ തല അന്തരീക്ഷത്തിൽ പാറി തായോട്ട് വീണ കഥ ബൈബിളിൽ നാം വായിക്കുന്നുണ്ട്. സക്കരിയ നബിയെ ഈർച്ചവാള് വെച്ച് ഈർന്ന എത്ര അമ്പിയാക്കളെ അവർ കൊന്നു. സമസ്തക്കാരോട് സ്നേഹത്തോടുകൂടി ഞാൻ ചോദിക്കുകയാണ്, ഒരു പരിഹാസം നിങ്ങൾക്ക് കേൾക്കേണ്ടി വന്നിട്ടുണ്ടോ? ഒരപഹാസം നിങ്ങൾക്ക് തൗഹീദ് പറഞ്ഞതിന്റെ പേരിൽ കേൾക്കേണ്ടി വന്നിട്ടുണ്ടോ? മർക്കസുൽ സഖാഫത്ത് സുന്നിയയിൽ മുടിവിറ്റി കാശാക്കുന്ന പുരോഹിത പരീക്ഷകളെ, ഈ പാവം പിടിച്ച മനുഷ്യരെ ശിർക്കിലേക്ക് നയിക്കുമ്പോഴും മുസ്ലിം കുടുംബത്തിൽ ജനിക്കാൻ സൗഭാഗ്യം നൽകിയ മനുഷ്യരെ, ഖുർആനിനെ തൊട്ടറിയാൻ അവസരം നൽകിയ മനുഷ്യരെ, പ്രവാചക തിരുമേനിയുടെ അനുയായികളാകാൻ സൗഭാഗ്യം കിട്ടിയ മനുഷ്യരെ, അതേ ഇതര മതസമൂഹത്തിൽ ജനിച്ച് അന്ധവിശ്വാസികളായി മരിച്ച മനുഷ്യർ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന നരകത്തിൽ അവരോടൊപ്പം ഈ ഉമ്മത്തിനെയും ഒരുമിച്ച് കൂട്ടപ്പെടുന്ന പ്രവൃത്തി ചെയ്യാൻ നിങ്ങൾക്ക് എങ്ങനെ കരളുറപ്പ് വരുന്നു? സ്പന്ദിക്കുന്ന ഹൃദയം നിങ്ങൾക്കില്ലേ? എന്തിന് നിങ്ങൾ ഇവരെ വഞ്ചിക്കണം? നിങ്ങളെ വിശ്വസിച്ച ഈ കൗമ് അവരുടെ കരൾ പറിച്ചു തന്നു നിങ്ങൾക്ക്, അവരുടെ ചങ്ക് പറിച്ചു തന്നു നിങ്ങൾക്ക്. അവരുടെ ഭാര്യയുടെ വായിൽ വെച്ചു കൊടുക്കേണ്ട ഒരു ഉരുള ഭക്ഷണം ഭാര്യയ്ക്ക് കൊടുക്കാതെ, മക്കൾക്ക് കൊടുക്കാതെ നിങ്ങളെ പാലൂട്ടി, നിങ്ങളെ തേനൂട്ടി. കാരണം നിങ്ങൾ അവരെ നരകത്തിലേക്ക് ക്ഷണിക്കില്ലെന്ന് അവർ വിചാരിച്ചു. പക്ഷേ ഇൻഷാ അല്ലാഹ് നാളെ പരലോകത്ത് അവർ നിങ്ങൾക്കെതിരെ പറയുന്ന വല്ലാത്തൊരു രംഗം വരാനുണ്ട്. യൗമ തുഖല്ലബു വുജൂഹും ഫിന്നാർ യഖൂലൂന യാ ലൈതനാ അതാനല്ലാഹ് വഅതാന റസൂല. പടച്ചവനെ പടച്ചവനെ, നരകത്തിൽ മുഖം കുത്തി മനുഷ്യർ വീഴുന്ന ആ ഒരു ദിവസം ഞങ്ങൾ അല്ലാഹുവിനെ അനുസരിച്ചിരുന്നുവെങ്കിൽ, ഞങ്ങളുടെ റസൂലിനെ അനുസരിച്ചിരുന്നുവെങ്കിൽ, അതേ റബ്ബന, അതേ നാഥ, ഞങ്ങളിതാ സാദത്തന വകുബറാന ഫഅദല്ലൂന സബീല. പണ്ഡിതന്മാരെ, പുരോഹിതന്മാരെ തെളിവ് നോക്കാതെ, തൊണ്ട തൊടാതെ, അവരിട്ടിരിക്കുന്ന ജുബ്ബയുടെ നീട്ടമനുസരിച്ച്, അവരുടെ തലപ്പാവിന്റെ നീളമനുസരിച്ച് അവർ പറയുന്നത് സത്യമാണ് എന്ന് ഞങ്ങൾ വിശ്വസിച്ചു. റബ്ബന ആതിൽ ലൈഫൈന മിനൽ അദാബ്. പടച്ചവനെ, അവർക്ക് നീ ഇരട്ടി ശിക്ഷ കൊടുക്കണം. ഈ ഒരു അവസ്ഥാവിശേഷം സൂറത്ത് അഹ്സാബ് 33-ാം അധ്യായം 66, 67, 68 വചനങ്ങൾ വായിക്കുക മനുഷ്യരെ, ഉത്ബുദ്ധരാകുക മനുഷ്യരെ. ശേഷം അമ്പിയാക്കൾ പ്രവാചക തിരുമേനി വന്നു. പ്രവാചക തിരുമേനി ആദ്യമായി, അതുവരെ അല്ലമീനായിരുന്നു, അതുവരെ വിശ്വസ്തനായിരുന്നു. അടിവരയിട്ടൊരു പോയിന്റ് മുജാഹിദുകൾക്ക് വേണ്ടി പറയുകയാണ്. 40 കൊല്ലം റസൂലുള്ള പ്രവാചകനാകുന്നത് വരെ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകൻ ശിർക്കിലായിരുന്നില്ല, അല്ല മുവഹിദായിരുന്നു, ഏകദൈവാരാധകനായിരുന്നു.
ശിർക്ക് ചെയ്തില്ല. എന്നിട്ട് നബിയെ ആരും മർദ്ദിച്ചില്ല. ബൗദ്ധൈവ വിശ്വാസികൾ ജീവിച്ചൊരു നാട്ടിൽ, വിഗ്രഹാരാധകർ ജീവിച്ച ഒരു നാട്ടിൽ, വിഗ്രഹാരാധകരുടെ കുടുംബത്തിൽ ജനിച്ച മുഹമ്മദ് നബിയെ വിഗ്രഹാരാധനയിലേക്ക് അബൂജഹൽ 40 കൊല്ലം ക്ഷണിച്ചില്ല. അത്ഭുതകരമായ പോയിന്റാണ്. തൗഹീദ് സ്വീകരിച്ചു എന്നതുകൊണ്ട് ആർക്കും ആരെക്കുറിച്ചും വെറുപ്പില്ല. തൗഹീദ് സ്വീകരിച്ച എല്ലാ മുജാഹിദുകളോടും ഇവിടുത്തെ മറ്റുള്ളവർക്ക് വെറുപ്പില്ല. തൗഹീദ് പ്രസംഗിക്കുന്ന പണ്ഡിതന്മാരോടാണ് അവരുടെ വെറുപ്പ്. ഞാൻ തൗഹീദ് സ്വീകരിച്ച് അല്ലാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിച്ച് എന്റെ വീട്ടിൽ ഉമ്മ വിളമ്പിത്തരുന്ന ഭക്ഷണവും കഴിച്ച് എന്റെ ഭാര്യ വിരിച്ചു തരുന്ന ബെഡിൽ കിടന്ന് അവളുടെ കൂടെ ശയ്യ പങ്കുവെക്കാൻ മാത്രമാണ് എന്റെ ലൈഫ് ഉപയോഗിച്ചിരുന്നതെങ്കിൽ ഇന്നലെ പോലും എന്റെ സ്റ്റേജിൽ എന്റെ കരണക്കുട്ടിക്കടിക്കാൻ ഒരുത്തൻ കയറി വരുമായിരുന്നില്ല. ആരോടും അവകാശങ്ങൾ ചോദിച്ചു വാങ്ങിയില്ല. ആരുടെ അവകാശങ്ങളെയും പിടിച്ചു വെച്ചില്ല. ശിർക്കിലേക്ക് പോകുന്ന ഒരു മനുഷ്യരെ വയാ ഖൗമി മാലിയദൂകും ഇലന്നജാത്ത് വതദൂനനി ഇലന്നാർ, ജനങ്ങളെ ഞങ്ങൾ നിങ്ങളെ തൗഹീദിലേക്ക് ക്ഷണിക്കുന്നു, സ്വർഗത്തിലേക്ക് ക്ഷണിക്കുന്നു, നിങ്ങൾ ഞങ്ങളെ നരകത്തിലേക്ക് ക്ഷണിക്കുന്നു. ഇല്ല ഉമ്മമാരെ, നിങ്ങളുടെ വീട്ടിൽ വന്ന് ഏർവാടിയിലേക്ക് ക്ഷണിച്ച് നാഗൂറിലേക്ക് ക്ഷണിച്ച് വേശ്യാവൃത്തിക്ക് ഞങ്ങൾ കൊണ്ടുപോയിട്ടില്ല. പാവപ്പെട്ടവരെ വഞ്ചിച്ച് ഞങ്ങൾ നിങ്ങളെ ചതിച്ചില്ല. ദർഗകളിൽ നിലവിളക്ക് വെച്ച് എണ്ണ വെച്ച് തിരി വെച്ച് പച്ചക്കൊടി വെച്ച് നിങ്ങളുടെ പോക്കറ്റ് ഞങ്ങൾ കാലിയാക്കിയില്ല. ഞങ്ങൾ നിങ്ങളുടെ സമീപത്ത് വന്നു. മസലി വമസലുക്കും കമസലി റജുലിൻ ഔഖദ നാറാ, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ ഈ ഉദാഹരണം ഉൾക്കൊണ്ട് ഞങ്ങൾ നിങ്ങളെ സ്നേഹിക്കുകയായിരുന്നു. ഇല്ല, നിങ്ങൾ ഞങ്ങളുടെ സ്നേഹം തിരിച്ചറിയുന്ന ഒരു ദിവസം വരും. ഓർത്തില്ലേ, അല്ലാഹുവിന്റെ റസൂലിന് പ്രബോധനത്തിന്റെ സാക്ഷ്യപത്രം കിട്ടി. പ്രവാചക തിരുമേനി പുതപ്പിട്ട് കൂടി കിടക്കുകയാണ്. ഇവിടെ ഒരു കാര്യം പ്രത്യേകം നോട്ട് ചെയ്യണം. തങ്ങന്മാരും ഔലിയാക്കളൊക്കെ പച്ചപ്പൊതുപ്പ് വെച്ച് പർണശാല കെട്ടി അവിടെ ജീവിക്കുക. മുക്കത്തെ തങ്ങള് ഇങ്ങോട്ട് വരാറില്ല. മുക്കത്തെ തങ്ങളെ തേടി അങ്ങോട്ട് പോകണം. അമ്പിയാക്കളോ ജനങ്ങളെ തേടി അങ്ങോട്ട്. ഇതാണ് കേട്ടോ ഇസ്ലാമും ജാഹിലിയത്തും തമ്മിലുള്ള വ്യത്യാസം. ഔലിയാക്കളെ തേടി അങ്ങോട്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു പർണശാലയിൽ ഇരുന്നതാ ആണോ? ലോകത്തിലെ നമ്പർ 1 ഔലിയ. 8 വാതിലുകളിലൂടെ, നേരത്തെ സുബൈർ പറഞ്ഞില്ലേ, 8 വാതിലുകളിലൂടെ സ്വർഗത്തിലേക്ക് ക്ഷണിക്കപ്പെടുന്ന അബൂബക്കർ സിദ്ദീഖാണ് മനുഷ്യരെ ലോകത്തിലെ ഏറ്റവും വലിയ ഔലിയ. ഇസ്ലാമിന്റെ ഖിലാഫത്ത് ഏറ്റെടുത്ത് പുറത്ത് വലിയ തുണിക്കെട്ടിട്ട് ചൗളിക്കടയിലേക്ക് മാർക്കറ്റിലേക്ക് കച്ചവടത്തിന് പോകുമ്പോ ആളുകൾ ചോദിച്ചു, അമീറുൽ മുഅ്മിനീൻ, അങ്ങ് രാജ്യത്തിന്റെ ഭരണാധികാരിയല്ലേ, അങ്ങ് കച്ചവടത്തിന് പോകേ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു ചോദിക്കുകയാണ്, സലാത്ത് വിറ്റ് കാശാക്കാൻ അങ്ങനെ ഒരു സലാത്ത് കയ്യിലുണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന്റെ പണി തുണിക്കച്ചവടം. അക്കച്ചവടം നടത്തി. നോക്കണം നിങ്ങൾ, ആടിനെ കറക്കുന്ന സമ്പ്രദായം ഉണ്ടായിരുന്നു. ഖലീഫ ആകുന്നതിന് മുമ്പ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു ഒരു പാവപ്പെട്ട വീട്ടിലെ സ്ത്രീയുടെ ആടിനെ കറക്കുന്ന സമ്പ്രദായം 20 ഭൗതിക സാമ്രാജ്യങ്ങളെയും ഏകാത്മീയ സാമ്രാജ്യത്തെയും ഭരിച്ച ഈ സഹാബി അബൂബക്കർ സിദ്ദീഖ് എന്ന ഔലിയ, ഔലിയാത്താനം അവകാശപ്പെടാത്ത ഔലിയ, അല്ലാഹു ഏറ്റവും ഇഷ്ടപ്പെട്ട മനുഷ്യൻ അമ്പിയാക്കൾ കഴിഞ്ഞാൽ അറിയുമോ നിങ്ങൾക്ക്? മഹാനായ ഇമാം അബൂ ഹനീഫ ജൗളിക്കടയിലെ കച്ചവടക്കാരനായിരുന്നു. ദാവൂദ് നബി അലൈഹിസ്സലാം പടയങ്കി നിർമ്മിച്ച മനുഷ്യനായിരുന്നു. സുലൈമാൻ നബി അലൈഹിസ്സലാം ആശാരി പണിയെടുത്ത കൊല്ലന്റെ പണിയെടുത്തവരായിരുന്നു. അമ്പിയാക്കൾ മുഴുവനും ആടിനെ വെച്ചവരായിരുന്നു. നമ്മുടെ ഉസ്താദുമാരിതാ, കമറുലമമാരിതാ, പാവപ്പെട്ടവന്റെ പോക്കറ്റടിച്ച് കോടികളുടെ സമ്പാദ്യമായ ശീതീകരിച്ച ബുള്ളറ്റ് പ്രൂഫുള്ള കാറുകളിൽ ഷോൾഡറിൽ നിന്ന് താഴെ വീണ തട്ടം പോലും ജീവിതത്തിൽ കുനിഞ്ഞെടുത്ത പാരമ്പര്യമില്ലാത്ത, അധ്വാനിച്ചതിന്റെ തയമ്പില്ലാത്ത, പാവപ്പെട്ടവനെ ചൂഷണം ചെയ്യാൻ നാവ് ചലിപ്പിച്ചതിന്റെ തയമ്പല്ലാതെ മറ്റൊരു തയമ്പില്ലാത്ത ഈ സമൂഹത്തിന്റെ മുമ്പിലാണ് മുജാഹിദ് പ്രസ്ഥാനം ത്യാഗം സഹിക്കാൻ തയ്യാറാകുന്നത്. മരിച്ചു വീഴേണ്ടി വന്നാൽ പോലും അതെ, അം ഹസിബ്തും അൻ തദ്ഖുലുൽ ജന്ന വലമ്മാ യഅലമുല്ലാഹു അല്ലദീന ജാഹദു മിൻകും വയഅലമു സ്വാബിരീൻ. അല്ല, നിങ്ങൾ സ്വർഗ്ഗത്തിലേക്ക് എളുപ്പത്തിൽ കടന്നു കളയാം എന്ന് നിങ്ങൾ വിചാരിക്കുകയാണോ? സ്വർഗ്ഗത്തിലേക്ക് എളുപ്പത്തിൽ കടന്നു കളയാം എന്ന് നിങ്ങൾ വിചാരിക്കുകയാണോ? നിങ്ങളിൽ ആരൊക്കെയാണ് ക്ഷമിക്കുന്നത്? നിങ്ങളിൽ ആരൊക്കെയാണ് ത്യാഗം അനുഭവിക്കുന്നത്, ജിഹാദിൽ ഏർപ്പെടുന്നത് എന്ന് പരിശോധിക്കാതെ സൂറത്തു ആൽ ഇംറാൻ, അം ഹസിബ്തും അൻ തദ്ഖുലുൽ ജന്ന വലമ്മാ യഅതികും മസലുൽ ലദീന ഖലൗ മിൻ ഖബ്ലികും മസ്സതുഹുൽ ബഅ്സാഉ വദ്ദറാഉ വസുൽസിലു. അവർ വിറപ്പിക്കപ്പെട്ടു, അവർ പീഡിപ്പിക്കപ്പെട്ടു. അതെ,
നിങ്ങൾക്കറിയില്ലേ അള്ളാഹുവിന്റെ റസൂൽ അബൂലഹബിന്റെ 2 ആൺകുട്ടികൾക്ക് അള്ളാഹുവിന്റെ റസൂലിന്റെ 2 പെൺകുട്ടികളെ കല്യാണം കഴിച്ചു കൊടുത്തിരുന്നു. ഉമ്മമാരെ 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 ഓർത്തോളൂ കഥ. അള്ളാഹുവിന്റെ റസൂൽ സഫാക്കുന്നിൽ ശത്രുക്കളെ സഫാക്കുന്നിൽ തന്റെ നാട്ടുകാരെ വിളിച്ചു വരുത്തി. നാട്ടുകാരോട് ചോദിച്ചു, ഈ കുന്നിൻ ചെരുവിനപ്പുറത്ത് സർവായുധ സജ്ജരായ ഒരു സൈന്യം നിങ്ങൾ ആക്രമിക്കാൻ വരുന്നു എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? വല്ലാത്തൊരു ചോദ്യം. നിങ്ങൾ വിശ്വസിക്കുമോ? അവർ പറഞ്ഞു, അതെ, കള്ളം പറയാത്ത ആളാണ് താങ്കൾ, താങ്കൾ കള്ളം പറയില്ല. റസൂല് പറഞ്ഞു, എങ്കിൽ അള്ളാഹു എന്നെ തെരഞ്ഞെടുത്തു, ഞാൻ പ്രവാചകനാണ്, നിങ്ങളോട് സ്വർഗത്തെ കുറിച്ച് പറയാൻ, നരകത്തെ കുറിച്ച് താക്കീത് നൽകാൻ, പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രമെന്ന് പറയാൻ, ലാത്ത എന്ന ഔലിയോട്, ഉസ്സ എന്ന ഔലിയോട്, ഖുബിൽ എന്ന ഔലിയോട് നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കരുത് എന്ന് പറയാൻ അള്ളാഹു എന്നെ നിയോഗിച്ചതാണ്. അന്ന് നബിയുടെ 2 പെൺകുട്ടികളെ കല്യാണം കഴിച്ച മക്കളുടെ പിതാവും നബിയുടെ എളാപ്പയുമായ അബൂലഹബ് എഴുന്നേറ്റ് നിന്നു. മുഹമ്മദ്, നിനക്ക് നാശം, ഇതിനാണോ നീ ഞങ്ങൾ ഇവിടെ വിളിച്ചു വരുത്തിയത്? നാശം കെട്ടവനെ, കുരുത്തം കെട്ടവനെ എന്ന് ചോദിച്ച് പ്രവാചകന്റെ എതിർപ്പിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു. ഉഖാലയിൽ, ദുൽമജാസിൽ, മജന്നായിൽ നബിക്ക് ഏറ് കിട്ടുകയായിരുന്നു, കല്ലേറ് കൊള്ളുകയായിരുന്നു. അള്ളാഹുവിന്റെ റസൂലിന്റെ പേര് കേൾക്കുമ്പോ തൊണ്ട തൊടാതെ സലാത്തും അതുപോലെ പലതും കേൾക്കുമ്പോ ആ ലോകാടിസ്ഥാനത്തിലുള്ള തൊഴിലാളി തക്ബീർ യൂണിയനുകളും ആലോചിക്കണം, എവിടെ നിങ്ങളുടെ പണ്ഡിതന്മാർ? ഉഖാലയിൽ എവിടെ? ദുൽമജാസിൽ എവിടെ? അതേ, തിരുവനന്തപുരത്തിന്റെ ചാലാ മാർക്കറ്റിൽ, ഭീമാപള്ളിയുടെ പരിസരങ്ങളിൽ, ക്ഷേത്രാങ്കണത്തിൽ അള്ളാഹുവിന്റെ ദീന പ്രബോധനം ചെയ്യാൻ നിങ്ങളുടെ കൂട്ടത്തിൽ ഈസാ നബിയുടെ പാരമ്പര്യമുള്ളവരുണ്ടോ? ആലോചിക്കണ്ടേ നിങ്ങൾ പറയുന്നു നിങ്ങൾ പ്രവാചകന്മാരുടെ പാതയിലാണ്. ഏത് പ്രവാചകന്മാരുടെ? പ്രവാചകന്മാർ റോട്ടിലേറി കിട്ടി, തല്ല് കിട്ടി, മുഹമ്മദ് നബിയുടെ പ്രസംഗത്തിന് അപ്പോൾ ഖണ്ഡനമുണ്ടായി. എവിടെ നിങ്ങളുടെ പാരമ്പര്യം എവിടെ? പൈതൃകം മറന്ന മുസ്ലിം സമുദായം എന്ന വിഷയത്തിൽ പ്രൗഢമായി ഹുസൈൻ സലഫി ഇവിടെ പ്രസംഗിക്കും എന്ന കൃത്യമായ ബോധ്യം എനിക്കുണ്ട്. സഹോദരങ്ങളെ, കേട്ടോളൂ നിങ്ങൾ, അള്ളാഹുവിന്റെ റസൂൽ അള്ളാഹനെ മാത്രം പ്രാർത്ഥിക്കണമെന്ന് ആദ്യമായി പറഞ്ഞു. അപ്പൊ തന്നെ നബിക്ക് കിട്ടിയ തിരിച്ചടി കേട്ടോളി. ചില ആളുകൾ എന്റെ വാപ്പനെ നോക്കി, എന്റെ വാപ്പനെ ചെറുതായിട്ടും ചീത്തറിഞ്ഞ്. ഇതല്ല കഥ. നബിയുടെ മോള് റുഖിയ, ഉമ്മു കുൽസൂം, അവർ 2 പേരും തലാഖ് ചെയ്യപ്പെട്ടു. റസൂലുള്ള തൗഹീദ് പറഞ്ഞപ്പോ ആദ്യം കിട്ടിയ തിരിച്ചടി നബിയുടെ എളാപ്പയുടെ 2 ആൺകുട്ടികൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുത്തുമക്കളെ, പൊന്നോമന പുത്രിമാരെ, റുഖിയയെയും ഉമ്മു കുൽസൂമിനെയും ലോകത്താ പ്രവാചകന്റെ ബീജത്തിൽ പിറന്ന പരിശുദ്ധരായ 2 മക്കളെ തലാഖ് ചൊല്ലി. എന്തിന്റെ പേരിൽ? വദ് എന്ന ഔലിയാനെ വിളിച്ച് പ്രാർത്ഥിക്കരുത് എന്ന് പറഞ്ഞതിന്റെ പേരിൽ, ലാത്ത എന്ന ഔലിയെ വിളിച്ച് പ്രാർത്ഥിക്കരുത് എന്ന് പറഞ്ഞതിന്റെ പേരിൽ, ഇബ്രാഹിം നബി എന്ന അമ്പിയാവിനെ വിളിച്ച് പ്രാർത്ഥിക്കരുത് എന്ന് പറഞ്ഞതിന്റെ പേരിൽ നമ്മൾ അനുഭവിച്ചില്ലേ അത്? അതിന്റെ ചെറിയ തോതുകൾ കേരളത്തിൽ അള്ളാഹുവിന്റെ റസൂൽ അനുഭവിച്ചു. ഒരു ദിവസം റസൂല് പറയാൻ, എനിക്ക് ഉറങ്ങാൻ പറ്റാത്ത ഭീഷണി, എവിടെ നോക്കിയാലും എതിർപ്പ്, എവിടെ നോക്കിയാലും മണലുവാരിയത്, എവിടെ നോക്കിയാലും എന്നെ കൊല്ലാനുള്ള ശ്രമം. അന്ന് ഞാൻ സഹാബികളോട് പറഞ്ഞു, എന്റെ സഹാബത്തെ, നിങ്ങൾ കാവലിൽ നിന്നിട്ടല്ലാതെ എനിക്കിന്ന് ഉറങ്ങാൻ കഴിയില്ല. സ്റ്റേജിൽ ഇരിക്കുന്നവരും പ്രസംഗിക്കുന്ന ഞാനും പ്രസംഗം കേൾക്കുന്ന നിങ്ങളും എല്ലാവരും ചോദിക്കുക, നമ്മൾ ഉറങ്ങാത്ത ദിവസമുണ്ടായോ? തൗഹീദ് പറഞ്ഞതിന്റെ പേരിൽ ഭീഷണി ഉണ്ടായോ? ത്യാഗമുണ്ടായോ? അല്ലദീന യുബല്ലിഗൂന റിസാലാത്തില്ലാഹ് വയഖ്ശൗനഹു വലാ യഖ്ശൗന അഹദൻ ഇല്ലല്ലാഹ് വകഫാ ബില്ലാഹി ഹസീബ. തീർന്നില്ല പ്രിയപ്പെട്ടവരെ. അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ദഅവത്ത് നടത്തുന്നവർ ഒരാളെയും ഭയപ്പെടണ്ട, അള്ളാഹുവിനെ മാത്രം ഭയപ്പെടുക. അല്ലേ? മഹാനായ അബൂദർ അൽ ഗഫാരി റസൂലുള്ളാഹിന്റെ മക്കത്ത് വന്ന് ഒളിച്ച് താമസിച്ച് കഷ്ടപ്പെട്ട് ഇസ്ലാം സ്വീകരിച്ച് തൗഹീദ് കിട്ടിയ അന്ന് മക്കയുടെ പരിസരത്ത് എന്ന്, കാബത്തിന്റെ പരിസരത്ത് എന്ന് തൗഹീദ് പറഞ്ഞു. അബൂദർ അടികിട്ടി, ബോധം കെട്ട് വീണു, മൂക്കിലൂടെ ചോരയൊലിച്ചു. അബൂദർ റസൂലുള്ളാഹിന്റെ സന്നിധിയിൽ വന്നു. റസൂൽ പറഞ്ഞു, വേണ്ട, ഇവിടെ പ്രശ്നമാണ്, കുഴപ്പമാണ്, കൊന്നുകളയും, വേണ്ട, ഞാൻ പറയാൻ അപ്പോൾ പറഞ്ഞാ മതി. പിറ്റേന്ന് പരിശുദ്ധ കാബത്തിന്റെ അടുത്ത് 2 സ്ത്രീകൾ വിഗ്രഹത്തെ ആരാധിക്കുന്ന കാഴ്ച അബൂദർ റളിയല്ലാഹു അൻഹു കാണുകയാണ്. അദ്ദേഹം അതിനെതിരെ സംസാരിച്ചു. അബൂദറിന് അടികിട്ടി, ബോധം കെട്ട് താഴെ വീണു. സഹോദരങ്ങളെ, അബൂദർ റസൂലുള്ളാഹിന്റെ അടുത്ത് വന്നു, നാട്ടിലേക്ക് പോയിക്കൊള്ളാൻ പറഞ്ഞു. അബൂദർ നാട്ടിൽ പോയി. റസൂല് പറഞ്ഞു, അബൂദർ നാട്ടിലേക്ക് പോകുമ്പോൾ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ഇവിടെ പഠിച്ച ലാ ഇലാഹ ഇല്ലല്ലാഹ്, തൗഹീദ്, അള്ളാഹുവിനെ മാത്രമേ
ആരാധിക്കാവൂ എന്ന കാര്യം നിന്റെ ഗോത്രത്തിൽ ചെന്ന് പറയണം. കേട്ടോളൂ ഉമ്മമാരെ, സഹോദരന്മാരെ, മുജാഹിദുകളെ, നരിയാണിയുടെ മേലെ തുണി ഉടുത്തവരെ, താടി നീട്ടിയവരെ, അത് രണ്ടും ചെയ്യാത്തവരെ, മുജാഹിദുകളെ, താടി നീട്ടാൻ പോലും ഈമാനിക കരുത്തില്ലാത്ത, നരിയാണിയുടെ മേലെ തുണി ഉടുക്കാൻ ഇച്ഛയെ നിയന്ത്രിക്കാൻ പോലും കഴിയാത്ത നമുക്ക് എന്ത് ത്യാഗമാണ്, എന്ത് കട്ടപ്പാടാണ്. കൈ കൊടുത്ത, കാല് കൊടുത്ത, ശിരസ് കൊടുത്ത, കണ്ണു കൊടുത്ത, മൂക്ക് കൊടുത്ത, നെഞ്ചകം കുത്തിപ്പടർന്ന് കരളു കൊടുത്ത അൻസാറുള്ളാന് പ്രവേശിച്ച സ്വർഗം എവിടെ? അങ്ങനെ പ്രവേശിച്ച സ്വർഗം എവിടെ? അംറ ഇബ്നു ജമൂഹ് പ്രവേശിക്കുന്ന സ്വർഗം എവിടെ? ഖാലിദ് പ്രവേശിക്കുന്ന സ്വർഗം എവിടെ? നമ്മളെവിടെ എന്നത് ആലോചിച്ചിട്ടുണ്ടോ? ചിന്തിച്ചിട്ടുണ്ടോ? കൈകാലുകൾ ഛേദിക്കപ്പെട്ടവർ, ഇരുമ്പിന്റെ ചീർപ്പ് കൊണ്ട് മാംസം പീതെടുക്കപ്പെട്ടവർ, വല്ലദീന ഉഖ്രിജു മിൻ ദിയാരിഹിം ബിഗൈരി ഹഖ്ഖിൻ ഇല്ലാ അൻ യഖൂലു റബ്ബുനല്ലാഹ്, ഇല്ലാ അൻ യഖൂലു റബ്ബുനല്ലാഹ്, ഇല്ലാ അൻ യഖൂലു റബ്ബുനല്ലാഹ്. അല്ലാഹു മാത്രമാണ് ആരാധനക്കർഹനെന്ന് പറഞ്ഞതിന്റെ പേരിൽ പീഡനം അനുഭവിച്ചവർ, രാജകൊട്ടാരങ്ങൾ വിട്ടവർ. ഫിറൗനിന്റെ കൊട്ടാരത്തിൽ ആസിയ ബീവി പ്രഥമ വനിതയായി ജീവിച്ചു. തൗഹീദ് മനസ്സിലായി. ഫിറൗനോട് പറഞ്ഞു ലാൽ സലാം സഖാവേ എന്ന് പറഞ്ഞ് തിരിച്ചു പോന്നു. എന്നിട്ട് പ്രാർത്ഥിക്കാൻ, ഈ രാജകൊട്ടാരം വേണ്ട, ഈ രാജകൊട്ടാരം വേണ്ട, എനിക്ക് റബ്ബി ബിനിലി ഇൻദക ബൈതൻ ഫിൽ ജന്ന. സഹോദരി, ആരായിരുന്നു ആസിയ ബീവി? ഫിറൗനിന്റെ ഭാര്യ. രാജകൊട്ടാരത്തിലൊരാക്കി സ്ഥാനം വിട്ടില്ലേ? സ്വർഗത്തിന് വേണ്ടി സഹിച്ചില്ലേ? ഇരുമ്പിന്റെ ചെരുപ്പ് കൊണ്ട് പിഴിതില്ലേ? ആസിയ ബീവിയെ സ്വന്തം ഭർത്താവ് പീഡിപ്പിച്ച് ബോധം കെടുത്തിയപ്പോ അവര് പറഞ്ഞില്ലേ, ഇഷ്ടമുള്ളത് ചെയ്തടാ, റബ്ബിന്റെ അടുത്തേക്കുള്ളവരാണ് ഞങ്ങൾ. സുമയ്യ ബീവിയുടെ മുഖ്യസ്ഥാനത്ത് അബൂജഹൽ ഇരുമ്പിന്റെ കുന്തമറിഞ്ഞു പിടിപ്പിച്ചപ്പോ പടഞ്ഞു പടഞ്ഞു മരിച്ച ആ സുമയ്യ ബീവിയും സീരിയലിന്റെ മുമ്പിൽ അടകുടിക്കുതിരിക്കുന്ന, സിനിമയുടെ മുമ്പിൽ അടയിരിക്കുന്ന, നിസ്കരിക്കാൻ മറന്നുപോയ, ഖുർആൻ വായിക്കാൻ മറന്നുപോയ വനിതകളെ, നിങ്ങളും ആസിയ ബീവിയും, നിങ്ങളും സുമയ്യ ബീവിയും, നിങ്ങളും ഹാജറ ബീവിയും ആ കറുത്ത മുത്ത് പൊന്നോമന പിഞ്ചു പൈതലിന് കയ്യിലേന്തി ഭർത്താവ് വിട്ടേച്ച് 25,000 മൈലുകൾക്ക് പുറത്തേക്ക് യാത്ര തിരിക്കുമ്പോൾ